ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി മരക്കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ. ഇന്റർനെറ്റ് വന്നതോടുകൂടി ദാവാക്കാരുടെ അവസ്ഥ കണ്ടാൽ ആർക്കായാലും സഹതാപം തോന്നും. ക്രൈസ്തവരുടെയും നിരീശ്വരവാദികളുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതായതോടെ MM അക്ബറിനെ പോലെയുള്ള തലമൂത്ത ദാവാക്കാരുടെ പൊടി പോലും സോഷ്യൽ മീഡിയയിൽ കാണാനില്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. എങ്കിലും ദോഷം പറയരുതല്ലോ. അവരുടെ കുറവ് നികത്താനും അവരുടെ സ്ഥാനത്തേക്ക് കയറി വരാനും ഭഗീരഥ പ്രയത്നം നടത്തുന്ന ഒരു കൂട്ടം കുട്ടി ദാവാക്കാർ ക്ലബ് ഹൗസിലുണ്ട്. ക്ലബ് ഹൗസിൽ മാത്രമല്ല, ഫേസ്ബുക്കിലുണ്ട്. സത്യം പറഞ്ഞ ഇവന്മാർ നല്ല കോമഡിയാണ്. ഒരു 10 മിനിറ്റ് ഇവരുടെ വോയിസ് ക്ലിപ്പ് കേട്ടാൽ ചിരിച്ച് നമ്മളൊരു വഴിയാവും. 5 മിനിറ്റിൽ 25 മണ്ടത്തരങ്ങൾ പറഞ്ഞ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കുപ്രസിദ്ധനായി തീർന്ന ദാവാക്കാരനായ ഡോക്ടർ സക്കീർ നായിക്കിന് പോലും ചിരി വരുന്ന മണ്ടത്തരങ്ങളാണ് ക്ലബ് ഹൗസിലെ ദാവാക്കാർ പറയാറുള്ളത്. കൗണ്ടർ പോയിന്റ് എന്ന ദാവാക്കാരുടെ ഇസ്ലാം മത പ്രചാരണ റൂമിൽ നിന്നുള്ള ഒരു ക്ലിപ്പ് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നസ്രേ ബ്രദർ പോസ്റ്റ് ചെയ്തത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ക്ലിപ്പ് നിങ്ങളെയും കേൾപ്പിക്കണം എന്ന് എനിക്ക് തോന്നി. ഇമാതിരി കോമഡികൾ ഞങ്ങൾ മാത്രം കേട്ട് നിങ്ങളെ കേൾപ്പിക്കാതിരിക്കുന്നത് മാന്യതയല്ലല്ലോ, അതൊരു ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ചിരിക്കൂ, ചിരി ആരോഗ്യത്തിന് നല്ലതല്ലേ. ക്ലബ് ഹൗസിലെ പ്രമുഖ ദാവാക്കാരായ മെഹ്റിഷ്, സലാഹുദ്ദീൻ പുല്ലറ, സലാം, ഫഹദ് പുരയിൽ തുടങ്ങിയവരെല്ലാം ഇരിക്കുമ്പോഴാണ് ക്ലബ് ഹൗസിലെ തന്നെ മറ്റൊരു പ്രമുഖ ദാവാക്കാരനായ യൂനിസ് ബൈബിളിനെ വിമർശിച്ചുകൊണ്ട് തന്റെ ബൈബിൾ വിജ്ഞാനവും ഗണിത വിജ്ഞാനവും ഒരുമിച്ച് വെളിപ്പെടുത്തിയത്. സത്യം പറയാലോ, ഈ യൂനിസിനെ പോലെ തന്നെ മദ്രസ പൊട്ടന്മാരായതുകൊണ്ട് ബാക്കിയുള്ള ദാവാക്കാർക്കും യൂനിസ് പറഞ്ഞതിലെ വിവരക്കേട് മനസ്സിലായില്ല. അതുകൊണ്ട് അവരെല്ലാവരും ആ മണ്ടത്തരവും കേട്ട് അവിടെ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. നസ്രൻ ബ്രദർ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട ക്ലിപ്പ് ഏതാണ്ട് ഒരു 4-5 മിനിറ്റുള്ള ഒരു ക്ലിപ്പാണ്. ആ ക്ലിപ്പ് മുഴുവനും ഞാൻ ഒറ്റയടിക്ക് പ്ലേ ചെയ്യുകയല്ല, ഓരോരോ ഭാഗങ്ങളായി പ്ലേ ചെയ്ത് വിശദീകരിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ക്ലിപ്പിലെ ആദ്യത്തെ ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ മാത്രല്ല ഇതില് വേറെ സംഭവമുണ്ട്. ഫായദ് സാഹിബും പിന്നെ ഇപ്പോ ഞങ്ങളും ഈ വിഷയം ഒരു ചർച്ച ചെയ്യണ ഭാഗം കൂടിയാണ്. ഫഹദ് അടക്കമുള്ള ക്ലബ് ഹൗസ് ദാവാക്കാരൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യമാണ് യൂനിസ് ഇവിടെ പറയാൻ പോകുന്നത്. ഇവന്മാരുടെയൊക്കെ ബൈബിൾ വിമർശനത്തിന്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്നാണ് നിങ്ങളിനി മനസ്സിലാക്കാൻ പോകുന്നത്. ബൈബിൾ തുറക്കാൻ ധൈര്യമുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടോ എന്നൊക്കെ വെല്ലുവിളിച്ച് ചോദിച്ചുകൊണ്ടാണ് ഇവർ ക്ലബ് ഹൗസിൽ റൂമുകൾ ഇടുന്നത്. ബൈബിൾ തുറക്കാൻ ഒരു ക്രിസ്ത്യാനിക്കും പേടിയില്ല, അവൻ എന്നും അത് തുറന്നു വായിക്കുന്നതാണ്. മുസ്ലിങ്ങളെ പോലെ സ്വന്തം പ്രമാണ ഗ്രന്ഥങ്ങളെ പേടിക്കുന്നവരല്ല ക്രിസ്ത്യാനികൾ. അതുകൊണ്ടാണ് ദാവാക്കാരെ ഓരോരുത്തരും അവന്റെ മാതൃഭാഷയിലേക്ക് ഞങ്ങൾ ബൈബിൾ വിവർത്തനം ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ മുസ്ലിങ്ങളെ പോലെ അറബിയിൽ തന്നെ വായിച്ചാലേ ഒറിജിനൽ അർത്ഥം പിടികിട്ടൂ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം മതക്കാരെയും നാട്ടുകാരെയും പറ്റിക്കുന്നവരല്ല ക്രിസ്ത്യാനികൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ സൗജന്യമായി വിതരണം ചെയ്യപ്പെടുന്ന പുസ്തകമാണ് ബൈബിൾ. ഞങ്ങൾക്ക് ബൈബിൾ വായിക്കാനും പേടിയില്ല, നാട്ടുകാർ ബൈബിൾ വായിക്കുന്നതിലും പേടിയില്ല. കാരണം ഖുർആന് ഹദീസുകളും അർത്ഥം മനസ്സിലാകുന്ന ഭാഷയിൽ വായിച്ചവരുടെ മുന്നിൽ ലജ്ജയും നാണക്കേടും അപമാന ഭാരവും കൊണ്ട് തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ദാവാക്കാരുടെ ഗതികേട് ബൈബിൾ വായിച്ചവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്കുണ്ടാകില്ല. അത് തന്നെ കാരണം. ബൈബിൾ തുറക്കാൻ ധൈര്യമുള്ള ക്രിസ്ത്യാനികളുണ്ടോ എന്നൊക്കെ ചോദിച്ച് ക്ലബ് ഹൗസിൽ റൂമുകളിട്ട് വെല്ലുവിളിക്കുന്നവരുടെ ബൈബിൾ വിമർശനത്തിന്റെ നിലവാരമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ബൈബിളിനെ വിമർശിക്കാൻ നടക്കുന്ന ഈ ദാവാക്കാരും ബൈബിൾ വായിച്ചു നോക്കിയിട്ട് പോലുമില്ല എന്നുള്ളതാണ് സത്യം. മുഹമ്മദിനെ പോലെ ഇവരും അക്ഷരവിരോധികളായതുകൊണ്ട് ബൈബിളിനെ കുറിച്ച് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്ന കള്ളങ്ങളൊക്കെ ബൈബിളിൽ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടാണ് ഇവന്മാര് ബൈബിൾ വിമർശനവുമായി വരുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. ഏതായാലും നമുക്ക് അതിന്റെ ബാക്കി കേൾക്കാം. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണാം, പിന്നെ യേശുവിനെ യബാം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 100 റാത്തല് മീറയും പിന്നെ അകിലും ചേർത്തിട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കി യേശുവിനെ
തുണിയിൽ വെച്ച് കെട്ടുന്ന ഒരു ഏർപ്പാട് പറയുന്നുണ്ട് 19-ാം അധ്യായത്തില്. സത്യത്തിൽ ഇങ്ങനെ ഒരു ഏർപ്പാട് യഹൂദന്മാരുടെ ആചാരത്തിൽ തന്നെ അല്ല. യേശുക്രിസ്തുവിന്റെ ശരീരം എബാൻ ചെയ്യാൻ വേണ്ടി, അതുപോലെ എബാൻ ചെയ്യുന്ന പരിപാടി യഹൂദന്മാർക്കിടയിൽ ഇല്ല എന്നൊക്കെ യൂനുസ് തട്ടിവിടുന്നുണ്ട്. എബാം അല്ല, എംബാം എന്നാണ് പറയേണ്ടതെന്ന് പോലും ദാവാക്കാർക്ക് അറിയില്ല. അതുപോട്ടെ, യേശുക്രിസ്തുവിന്റെ ശരീരം എംബാം ചെയ്യുകയാണോ ഉണ്ടായത്? എന്താണ് എംബാം ചെയ്യുക എന്ന് പറഞ്ഞാൽ? മരണശേഷം ശവശരീരം ജീർണിക്കുമെന്ന് നമുക്കറിയാം. പലതരം രാസവസ്തുക്കൾ ഉപയോഗിച്ച് ശവശരീരം ജീർണിക്കുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന മാർഗത്തെയാണ് എംബാം എന്ന് പറയുന്നത്. പഴയകാലത്ത് മമ്മിഫിക്കേഷന് വേണ്ടിയാണ് ശരീരം എംബാം ചെയ്തിരുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ മൃതശരീരത്തിൽ ചെറിയ ദ്വാരങ്ങളിട്ട് ആ ദ്വാരങ്ങൾ വഴി ചില ദ്രാവകങ്ങൾ അകത്തേക്ക് ഒഴിച്ച് കുടല്, തലച്ചോറ്, കരള്, വൃക്ക, ഹൃദയം തുടങ്ങിയ ആന്തരികാവയവങ്ങളെ അഴുകിച്ചെടുത്ത് അതെല്ലാം പുറത്തേക്ക് ചോർത്തിക്കളഞ്ഞതിന് ശേഷം ശരീരത്തിലെ ഈർപ്പം ഒഴിവാക്കിയിട്ട് പല രാസവസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത മിശ്രിതം ഉള്ളിലേക്ക് കടത്തിവിട്ടിട്ടാണ് ശരീരം എംബാം ചെയ്തിരുന്നത്. യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് ബൈബിൾ ഒരു വട്ടമെങ്കിലും വായിച്ചിട്ടുള്ളവർക്കറിയാം. യഹൂദന്മാർക്ക് ശവശരീരം ഇങ്ങനെ എംബാം ചെയ്തു വെക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. എന്നാൽ മൃതശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശി ലിനൻ തുണി കൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞു വെക്കുന്ന രീതി അവർക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സമ്പന്നന്മാരായ യഹൂദന്മാർക്ക്. പ്രത്യേകം മനസ്സിലാക്കണം, അത് എംബാം ചെയ്യലല്ല. എംബാം ചെയ്യണമെങ്കിൽ ആന്തരികാവയവങ്ങളെല്ലാം രാസവസ്തുക്കളുടെ സഹായത്താൽ അഴുകിച്ച് ദ്രാവക രൂപത്തിലാക്കി പുറത്തേക്ക് ഒഴുക്കി കളയണം. അതിനുശേഷമാണ് എംബാം ചെയ്യുന്നത്. അങ്ങനെ പറ്റുള്ളൂ. എന്നാൽ മൃതദേഹത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ ഒഴിച്ച് ലിനൻ തുണി കൊണ്ട് മൃതദേഹം ചുറ്റിപ്പൊതിഞ്ഞു വെക്കുന്നതിന് സുബോധമുള്ള ഒരാളും എംബാം ചെയ്യലെന്ന് പറയില്ല. ദാവാക്കാർ ചിലപ്പോൾ പറയുമായിരിക്കും, ഞാൻ സുബോധമുള്ള മനുഷ്യരുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. യഹൂദന്മാർ മൃതദേഹത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്ന രീതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു പരാമർശം കർത്താവ് തന്നെ പറയുന്നത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള ഭാഗത്ത് കാണാം. ഞാനത് വായിക്കാം. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കര്യാത്തോവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. യേശുവോ, അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെ ഉണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടുക്കെ ഇല്ലതാനും എന്ന് പറഞ്ഞു. യോഹന്നാൻ 12-3 മുതൽ 7 വരെ. യഹൂദന്മാരായ ശിഷ്യന്മാർക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഭാഷയിലാണ് യേശുക്രിസ്തുവിടെ സംസാരിക്കുന്നത്. എന്റെ ശവസംസ്കാരത്തിന്റെ സമയത്ത് എന്റെ ദേഹത്ത് പൂശേണ്ട തൈലമായി നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി എന്നാണ് ക്രിസ്തു അവരോട് പറഞ്ഞത്. ഇനി യഹൂദന്മാരായ ശിഷ്യർക്ക് മാത്രമല്ലാതെ യഹൂദ മര്യാദകളും ആചാരങ്ങളും ഒന്നും അറിയാത്ത ആൾക്കാർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഇക്കാര്യം മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെ. ഞാൻ അതും വായിക്കാം. യേശു അതറിഞ്ഞ് അവരോട്, സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ലതാനും. അവൾ ഈ തൈലം എന്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. മത്തായി 26-ന്റെ 10 മുതൽ 13 വരെ. എന്റെ ശവസംസ്കാര സമയത്ത് എന്റെ ദേഹത്തിൽ ഒഴിക്കേണ്ട തൈലം അവൾ കുറച്ചു നേരത്തെ, ഏതാണ്ട് ഒരാഴ്ച മുമ്പേ ഒഴിച്ചു. അതാണ് അവിടെ സംഭവിച്ചതെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. ബൈബിൾ വെറുതെ ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കിയിട്ടുള്ളവർക്ക് പോലും മനസ്സിലാകും യഹൂദന്മാർ അവരുടെ മരിച്ചവരുടെ ശരീരത്തിൽ സുഗന്ധ തൈലം പൂശുന്നവരാണ് എന്നുള്ള കാര്യം. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഈ ദാവാക്കാര് ബൈബിൾ കൈകൊണ്ട് തൊട്ടു നോക്കുക പോലും ചെയ്തിട്ടില്ലാത്തവരായതിനാൽ ഉസ്താദുമാര് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ തന്നെ വെട്ടിവിഴുങ്ങിയിട്ട് അത് മറ്റുള്ളവരുടെ മുമ്പാകെ ഛർദ്ദിക്കുന്നവരാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ശരീരം എബാം ചെയ്തു, എബാം ചെയ്യുന്ന പരിപാടി യഹൂദന്മാർക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ദാവാക്കാര് തട്ടിമൂളിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ശരീരം എംബാം ചെയ്തെന്നൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ സുഗന്ധ തൈലം പൂശി എന്ന് മാത്രമാണ്. ഇവരുടെ ബൈബിൾ വിമർശനത്തിന്റെ നിലവാരം ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവരുടെ പുസ്തകങ്ങളെ വായിക്കാതെ വിമർശിക്കുന്നവരാണ് ദാവാക്കാര്. മനസ്സിലായോ? ഉപയോഗിക്കുന്ന വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് പോലും അറിയാതെ വിമർശനം നടത്തുന്നവരാണ് ദാവാക്കാർ. അതുകൊണ്ടാണ് എബാം ചെയ്യുന്ന പരിപാടി
യഹൂദന്മാർക്കിടയിലില്ല, യേശുക്രിസ്തുവിന്റെ ശരീരം എബാം ചെയ്തു എന്നൊക്കെ ഇവർ പറയുന്നത്. ആ വാക്ക് ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലെന്നുള്ള പോട്ടെ, ആ വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല. എംബാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവർക്ക് അറിയില്ല. എംബാം ചെയ്യുക, ബോഡി എംബാം ചെയ്യുക എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. എന്നാലും നമുക്കിനി അടുത്ത ക്ലിപ്പിലേക്ക് പോകാം. ഇതാണ് മെയിൻ ഐറ്റം, കണക്ക്. മാത്തമാറ്റിക്സ്. ഈ ദാവാക്കാരുടെ കണക്കുണ്ടല്ലോ, അത് മാത്തമാറ്റിക്സ് അല്ല, മേത്തമാറ്റിക്സ് ആണ്. മേത്തന്റെ മാറ്റിക്സ്. നമുക്കതൊന്ന് കേട്ടു നോക്കാം, മേത്തന്റെ മാറ്റിക്സ് എങ്ങനെ ഉണ്ടെന്ന്. ഈ 100 റാത്തൽ എന്ന് പറയുമ്പോൾ ഏകദേശം 436 കിലോ വരും. അതായത് ഒരു റാത്തൽ എന്ന് പറയുമ്പോൾ 436 ഗ്രാമറ്റേന്ന് തോന്നുന്നുണ്ട്. 436 ഗ്രാമാണ് ഒരു റാത്തൽ എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് റാത്തല്. അപ്പൊ 100 റാത്തൽ എന്ന് പറഞ്ഞാൽ എത്രയായി? 436 കിലോ. ഈ അകിലും ഈ മീറ എന്ന് പറയുന്ന സംഭവമായി 436 കിലോന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. യേശുവിനെ കബറടക്കാൻ വേണ്ടി നീ 400 കിലോ കൂട്ടിക്കോ, ഏകദേശം 100 റാത്തൽ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ 436 വേണ്ട, ഒരു 400 കിലോ കൂട്ടിക്കോ. അപ്പൊ ഈ ആരൊക്കെയാണ് അവിടെ ഉള്ളത്? ഈ സാധനം കൊണ്ട് വന്നിട്ടുള്ളത് ഒന്ന് അരിമത്യക്കാരനായ യോസെഫ്, 2 നിക്കോമദോസ്. ഇവരാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടെ ഈ 100 റാത്തൽ കൊണ്ട് ഇതുകൊണ്ട് ഈ യബാം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇങ്ങനെ യബാം ചെയ്യണ ഒന്നാമത് ഈ 2 ആള് ഈ 400 കിലോന് ഇതെങ്ങനെ കൊടുന്നു എന്നുള്ളതാണ് അവിടെ ഒരു വിഷയം. അപ്പോ ഇത് ഈ യബാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 400 കിലോ ഉപയോഗിച്ചു എന്നുള്ളതാണ് അവിടെ പറയണത്. വെറും ഒരു മരണാന്തര ചടങ്ങിന് എന്തായാലും ഇത്രയും തോന്നത് ഉപയോഗിക്കൂലല്ലോ. 400 കിലോ ഉപയോഗിക്കൂലല്ലോ. 100 റാത്തൽ എന്ന് പറയുമ്പോ 436 കിലോനോ മറ്റോ ആണ് എന്റെ ഓർമ്മ. സക്കീർ നായിക്ക് 5 മിനിറ്റ് കൊണ്ട് 25 മണ്ടത്തരങ്ങൾ പറഞ്ഞ് ലോക റെക്കോർഡ് ഇട്ട ആളാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവന്മാര് അതിനെയും വെട്ടിച്ച് ലോക റെക്കോർഡ് സ്വന്തം പേരിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയധികം മണ്ടത്തരങ്ങളാണ് ഈ മദ്രസ പൊട്ടന്മാര് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു റാത്തൽ എന്നാൽ 436 ഗ്രാം ആണെന്നാണ് യൂനുസ് പറയുന്നത്. അപ്പൊ റാത്തൽ എന്താണെന്ന് ഈ പുള്ളിക്ക് അറിയില്ല. കാരണം ഒരു റാത്തൽ എന്ന് പറഞ്ഞാൽ 454 ഗ്രാം ആണ്, അല്ലാതെ 436 ഗ്രാം അല്ല. അതായത് ഒരു റാത്തൽ എന്ന് പറഞ്ഞാൽ 1/2 കിലോ തികച്ചില്ല. 1/2 കിലോയ്ക്ക് 46 ഗ്രാം കുറവാണ്. പക്ഷെ എന്നാലും അത് പോട്ടെ നോക്കാം. കാരണം നമ്മുടെയൊക്കെ നാട്ടില് ഒരു റാത്തൽ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഉദ്ദേശിക്കുന്നത് 1/2 കിലോ എന്നുള്ളതാണ്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് കപ്പയൊക്കെ വാങ്ങാൻ വേണ്ടി വിടുന്ന സമയത്ത് 2 റാത്തൽ കപ്പ എന്നൊക്കെ പറഞ്ഞാണ് വീട്ടിൽ നിന്നൊക്കെ വിടുന്നത്. അല്ലെങ്കിൽ ഇറച്ചി വാങ്ങാൻ പോകുമ്പോൾ 1 റാത്തൽ ഇറച്ചി, അതായത് 1/2 കിലോ ഇറച്ചി, അങ്ങനെയൊക്കെയാണ് റാത്തൽ എന്ന് പറയുമ്പോൾ അവർ തരുന്നത് 1/2 കിലോ വെച്ചിട്ടാണ്. റാത്തലിന് 1/2 കിലോ ആയിട്ടാണ് കൂട്ടുന്നത്. ഇനിയിപ്പോ അങ്ങനെ ഇരുന്നോട്ടെ, 1/2 കിലോ എന്ന് തന്നെ കൂട്ടിക്കോ. അപ്പൊ 100 റാത്തൽ എത്രയായിരിക്കും? ഒരു റാത്തൽ 1 കിലോ ആണെങ്കിൽ 100 റാത്തൽ 100 കിലോ ആയിരിക്കും. ഒരു റാത്തൽ 1/2 കിലോ ആണെങ്കിൽ 100 റാത്തൽ എത്രയാ? 50 കിലോ. അത്രയേ വരൂ, 50 കിലോയേ വരൂ. പക്ഷെ നമുക്കറിയാം ഒരു റാത്തൽ 454 ഗ്രാം ആയതുകൊണ്ട് 100 റാത്തൽ എന്ന് പറഞ്ഞാൽ അത് 45 കിലോയും 400 ഗ്രാമും വരും. 45.5 കിലോയ്ക്ക് 100 ഗ്രാം കുറവ്. അതിനെയാണ് ഈ മദ്രസ പൊട്ടന്മാർ 436 കിലോയാക്കി മാറ്റിയിരിക്കുന്നത്. 436 കിലോ. യൂനുസ് ഈ കണക്ക് പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ ദാവാക്കാരന് യൂനുസിനെ തിരുത്തുന്നില്ല. അതിന്റെ കാരണം നമ്മൾ ആദ്യമേ തന്നെ കേട്ടു. യൂനുസ് പറയുന്നത്, യൂനുസ് ഫഹദും ഒക്കെ അവരുടെ ഉള്ളിൽ ഇന്റേണൽ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാറുള്ള ബൈബിൾ വിമർശനങ്ങളിൽ ഒന്നാണിതെന്ന്. ഇങ്ങനെയുള്ള ചർച്ചകൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളും ചെയ്യാറുണ്ട്. ഖുർആൻ വായിക്കുന്ന സമയത്ത് പുതിയ എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടിയാൽ അത് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യും. ഈ ഒരു പോയിന്റ് വെച്ച് നമുക്ക് ഒരു വിമർശനം നടത്താം, ഒരു പുതിയൊരു പോയിന്റ് നമ്മൾ വിമർശനത്തിനായിട്ട് മുന്നോട്ട് വെക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നിലനിൽക്കുമോ, ഈ വിമർശനം നിലനിൽക്കുമോ, ഇതിനെ ഖണ്ഡിക്കാൻ അവരുടെ പക്കൽ ഏതെങ്കിലും തരത്തിലുള്ള ആയത്തോ ഹദീസുകളോ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അങ്ങനെ ഒരു ഖണ്ഡനം അവരുടെ ഭാഗത്തുനിന്ന് വന്നാൽ എന്ത് മറുപടിയാണ് നമുക്ക് അതിന് പറയാനുണ്ടാവുക? കേൾവിക്കാർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന വിധത്തിൽ നമുക്ക് അതിനെ ഖണ്ഡിക്കാൻ സാധിക്കുമോ? ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. അപ്പൊ ചില സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലാകും ചില പോയിന്റുകൾ ഞങ്ങൾ തെറ്റായി മനസ്സിലാക്കിയതാണ്. അപ്പൊ ഇതിനുവേണ്ടി പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഇതിനുവേണ്ടി ഇവരുടെ അടുത്ത് പോയിട്ട് ചർച്ച ചെയ്തിട്ടല്ലേ ഇത് മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ചർച്ച ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ഇവരുടെ പുസ്തകങ്ങൾ, പല ഖുർആൻ പരിഭാഷകൾ നോക്കും, അതുപോലെ തഫ്സീറുകൾ നോക്കും, അതുകൂടാതെ ഹദീസുകൾ. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇവരെന്തൊക്കെ പറയും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അത് പറയാനുള്ള സാധ്യത ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ തന്നെ ഇതൊക്കെ പോയി പരിശോധിച്ചൊക്കെ നോക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചിലപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകാം
ചില പോയിന്റ് ഞങ്ങളുടെ വായനയിൽ ഞങ്ങൾക്ക് തെറ്റായി മനസ്സിലാക്കിയതാണ്. അവരുടെ പക്കൽ അതിന് കൃത്യമായ മറുപടിയുണ്ട്. അപ്പൊ ഇന്ന ആയത്ത് വെച്ച് അല്ലെങ്കിൽ ഇന്ന ഹദീസ് വെച്ച് അവരതിനെ ഖണ്ഡിക്കും, ആ വിമർശനത്തിനെ അവർ ഖണ്ഡിക്കും. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ആ വിമർശനങ്ങൾ ഒരിക്കലും പൊതുജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയില്ല. കാരണം ആ വിമർശനം ചീറ്റിപ്പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ അത് അവതരിപ്പിക്കാത്തത്. അതേപോലെ തന്നെ ദാവാക്കാരും ബൈബിളിനെ വിമർശിക്കുന്നതിന് മുമ്പേ അവരുടെ ഗ്രൂപ്പിനുള്ളിൽ അത് ചർച്ച ചെയ്തതിന് ശേഷമാണ് പബ്ലിക്കിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്നാണ് യൂനിസ് നേരത്തെ പറഞ്ഞത്. വസ്തുതകൾ ഇപ്പോൾ നമ്മൾ കേട്ടതാണ്. അവരുടെ ഇന്റേണൽ ഗ്രൂപ്പിൽ ഇക്കാര്യം ചർച്ച ചെയ്തപ്പോൾ ഒറ്റൊരു ദാവാക്കാരനും പിടികിട്ടിയില്ല. 100 റാത്തൽ എന്ന് പറഞ്ഞാൽ 436 കിലോയല്ല, വെറും 45.5 കിലോയിലും താഴെയാണെന്ന്. ഒരു റാത്തൽ 1 കിലോ ആണെങ്കിൽ പോലും 100 റാത്തൽ 100 കിലോയേ വരികയുള്ളൂ. അപ്പൊ നമുക്കറിയാം, ഒരു റാത്തൽ 1 കിലോ അല്ല, 1/2 കിലോയും അല്ല, അതിനൊക്കെയാളും താഴെ 454 ഗ്രാം മാത്രമാണ്. അപ്പൊ 100 റാത്തൽ എന്ന് പറഞ്ഞാൽ അത് 50 കിലോ പോലും തികച്ചെടുക്കാൻ ഉണ്ടാകില്ല എന്ന് ഈ യൂനിസിനോ അല്ലെങ്കിൽ ഇവരുടെ ഇന്റേണൽ സർക്കിളിൽ ഈ വിമർശനം ചർച്ച ചെയ്ത മറ്റ് ദാവാക്കാർക്കോ, ഇനി അതൊക്കെ പോട്ടെ, പബ്ലിക്കിന് മുമ്പിൽ ഇക്കാര്യം അവതരിപ്പിക്കുന്ന സമയത്ത് സ്പീക്കേഴ്സ് പാനലിലും താഴെ ഓഡിയൻസിലുമായി അത് കേട്ടുകൊണ്ടിരുന്ന ഒരൊറ്റ മുസ്ലിമിന് പോലും സാധിച്ചില്ല. ഞങ്ങൾക്ക് അതിൽ യാതൊരു അത്ഭുതവും ഇല്ല കേട്ടോ. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിൽ അത്ഭുതം തോന്നാതിരുന്നത് എന്നുള്ള കാര്യം ഞാൻ പുറകെ പറയാം. അത് വേറെ വിഷയമാണ്. ഈ ബൈബിളിനെതിരെ ദാവാക്കാർ ഉന്നയിക്കുന്ന വിമർശനങ്ങളുടെ അവസ്ഥയാണിത്. ഇവരുടെ ബൈബിൾ വിമർശനത്തിന്റെ നിലവാരം ഇത്രയേ ഉള്ളൂ. ഇമാതിരിയുള്ള വിമർശനം വെച്ചിട്ടാണ് ഇവന്മാര് ക്ലബ് ഹൗസിൽ വെല്ലുവിളിക്കുന്നത് ബൈബിൾ തുറക്കാൻ ധൈര്യമുള്ള ക്രൈസ്തവരുണ്ടോ എന്ന്. സൺഡേ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുട്ടികൾക്ക് പോലും മറുപടി പറയാൻ പറ്റുന്നത്ര നിസ്സാരമായ വിമർശനങ്ങളാണ് തങ്ങൾ ഉയർത്തുന്നതെന്ന് പോലും മനസ്സിലാക്കാനുള്ള ബോധം ഈ ക്ലബ് ഹൗസിലെ ദാവാക്കാർക്കില്ല. മനസ്സിലായോ? അത്രയും ബോധം പോലും ഇല്ല. ഏതായാലും ഇവരുടെ ഈ കണക്ക് ഇത് മാത്തമാറ്റിക്സ് അല്ല, മാത്തമാറ്റിക്സ് ആണ്, മാത്തമാറ്റിക്സ്. ഏതായാലും ഈ മണ്ടത്തരം സ്പീക്കേഴ്സ് പാനലിലും താഴെ ഓഡിയൻസിലുമായി കേട്ടുകൊണ്ടിരുന്ന മുസ്ലിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിലും ഓഡിയൻസിൽ ഇത് താഴെ കേട്ടുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി. അവരിൽ ഒരാൾ മുകളിലേക്ക് കയറി ചെന്ന് അത് ചോദിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഇനി ഇത് അങ്ങനെ ഒരു പിന്നെ യഹൂദന്മാരുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സംഭവമല്ല, അങ്ങനത്തെ ഒരു സംഭവേ ബൈബിളിലില്ല. ഇങ്ങനെ ഒരു ഏർപ്പാട് ചെയ്തായിട്ട് പൂർവ്വ പിതാക്കന്മാരെ ഒരു രാത്രി എത്ര ഗ്രാമാന്ന് പറഞ്ഞേ? 436 ഗ്രാമോ മറ്റോ ആണ്. അപ്പൊ 100 കിലോ എന്ന് പറയും, 100 റാത്തൽ എന്ന് പറയുമ്പോ എന്തോരായി? എത്രയായി? 400 കിലോ ആയോ? അതായത് ഒരു റാത്തൽ എന്ന് പറയുമ്പോ 500 ഗ്രാം പിന്നെ ഏതാണ്ട് 1/2 കിലോ വരും. ഓക്കെ, അപ്പൊ 100 റാത്തൽ എന്ന് പറയുമ്പോ ശരി, ഒരു 200 കിലോ കൂട്ടിക്കോളൂ അല്ലേ? ആയിക്കോട്ടെ, അതിലെന്താ ന്യൂക്ലിയർ കണക്ക്. പിന്നെ പെങ്ങളെ അല്ല, ഇത് മനുഷ്യൻ, ഞാൻ പറയട്ടെ, നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ഇതൊന്നും ഇപ്പൊ മുൻകൂട്ടി കണക്ക് കൂട്ടിയിട്ടല്ല പറയണതേ. ഇപ്പൊ നിങ്ങളെ ദൈവം പറഞ്ഞു കൊടുത്ത എത്ര വലിയ തെറ്റുകളുണ്ട്. അഹറോൻ 2 വെച്ച് മരണപ്പെട്ടു എന്നാ പറയണത്. സോറി കണ്ടിന്യൂ ചെയ്തു അല്ലേ? ന്യൂക്ലിയറെ കോമഡി കേട്ടല്ലോ. അതുവരെ 436 ഗ്രാം ആയിരുന്ന ഒരു റാത്തൽ പെട്ടെന്ന് തന്നെ 500 ഗ്രാമായി വർദ്ധിച്ചു. 436 ഒറ്റയടിക്ക് 500 ഗ്രാമായി. ഓക്കെ, പക്ഷെ അതുവരെ 436 കിലോ ആയിരുന്ന 100 റാത്തൽ 200 കിലോ ആയി കുറഞ്ഞു. സാധാരണ ഇദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ചിട്ട് എങ്ങനെ വേണം? 436 ഗ്രാം 500 ഗ്രാം ആയിട്ട് മാറുമ്പോൾ അതുവരെ 436 കിലോ ആയിരുന്നത് 500 കിലോ ആയിട്ട് കൂടുക വേണ്ടത്. ഇയാളുടെ കണക്കനുസരിച്ച്, ഇവരുടെ ഈ മാത്തമാറ്റിക്സ് അനുസരിച്ച് അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ 436 500 ഗ്രാമായി. എന്നിട്ട് അതുവരെ 436 കിലോ ആയിരുന്നത് 200 കിലോ ആയിട്ട് കുറഞ്ഞു. മദ്രസയിൽ നിന്ന് കണക്ക് പഠിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഉസ്താദുമാർക്ക് അറിയാവുന്നതല്ലേ പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഏതായാലും ചോദ്യം വന്നപ്പോൾ പതിവ് പോലെ ഉരുണ്ട് പറഞ്ഞ് ദാവാക്കാർ നേരെ പോകുന്നത് ബൈബിളിലേക്കാണ്. ബൈബിളിലെ ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കത് കേട്ടു നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ കേൾക്കുന്നവരിൽ അപ്പോളജറ്റിക്സിൽ താല്പര്യമുള്ള ക്രൈസ്തവ സഹോദരി സഹോദരന്മാരുടെ ഒരു കാര്യം പറയട്ടെ. ഇത് ദാവാക്കാരുടെ സ്ഥിരം തന്ത്രമാണ്. ക്രിസ്ത്യാനികളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാൻ പറ്റാതാകുമ്പോഴോ, അതല്ല ഉത്തരം പറഞ്ഞാൽ ഇസ്ലാമിന്റെ കള്ളത്തരം വെളിപ്പെടുമെന്ന് വരുമ്പോഴോ മുസ്ലിങ്ങൾ നേരെ ഓടിക്കേറുന്നത് ബൈബിളിലേക്കാണ്. എന്നിട്ട് ബൈബിളിലെ ദൈവത്തിനെതിരെയോ പ്രവാചകന്മാർക്കെതിരെയോ അടിസ്ഥാനരഹിതമായി ആരോപണങ്ങൾ ഉന്നയിക്കും. സ്വാഭാവികമായി അത് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികൾ അതിന് മറുപടി പറയും. കാരണം മുസ്ലിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് ഉത്തരം പറയാൻ തിടുക്കം കാണിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ സംയമനം പാലിക്കണം. ചാടിക്കേറിയതിന് മറുപടി പറയാൻ നിൽക്കരുത്. ആരോപണം ഉന്നയിച്ച ദാവാക്കാരോട് നിങ്ങൾ പറയണം, ആ വിഷയം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചർച്ചയ്ക്കെടുക്കാം.
ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുക. അതിനുശേഷം അടുത്ത വിഷയമായി നമുക്ക് ഇക്കാര്യം ചർച്ച ചെയ്യാമെന്ന്. നിങ്ങളത് പറയാതെ ബൈബിളിനെതിരെയുള്ള അവരുടെ ആരോപണത്തിന് മറുപടി പറയാൻ നിന്നാൽ അതുവരെ എയറിൽ നിന്നിരുന്ന അള്ളാഹുവും മുഹമ്മദും മലക്കും ഖുറാനും ഒക്കെ ആ നിമിഷം തന്നെ രക്ഷപ്പെട്ടു പോകും. എസ്കേപ്പ് ആകും. അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള ദാവാക്കാരുടെ പല്ലിവാൽ തന്ത്രമാണ് ബൈബിളിനെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ. പുതുതായി അപ്പോളജറ്റിക്സ് രംഗത്തേക്ക് വരുന്ന സഹോദരങ്ങൾക്ക് ബുദ്ധിയുപദേശത്തിനായി ഇത് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഏതായാലും ആ ക്ലിപ്പ് കേൾക്കാം. ഇപ്പൊ നിങ്ങളെ ദൈവം പറഞ്ഞു കൊടുത്ത എത്ര വലിയ തെറ്റുകളുണ്ട്. അഹറോൻ രണ്ടോടത്ത് വെച്ച് മരണപ്പെട്ടു എന്നാ പറയുന്നത്. സോറി കണ്ടിന്യൂ ചെയ്തു. അല്ലേ? ന്യൂക്ലിയറെ ഒന്ന് യാക്കാന്റെ കിണറിന്റെ അവിടെ വെച്ച് മരിച്ചു. അവൻ അവിടെ അടക്കുകയും ചെയ്തു. ന്യൂക്ലിയർ ഓടണ്ട. നിങ്ങളെ ദൈവമാണ് പറയണത്. പിന്നെ എവിടെയാണ് ഒന്ന് ഹോറിൽ വെച്ചിട്ട് മരണപ്പെട്ടു. അവിടെ പിന്നെ ഏലിയാസറും ഇസ്രായേൽ ജനവും നോക്കി നിൽക്കെ അഹറോൻ ഹോർ മലയിൽ വെച്ച്, ഹോർ മല എന്ന് പറയാൻ പറ്റില്ല, പോസ്റ്റ് കാല എന്ന് പറയുന്ന മാതിരിയാണ് ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഹോർ എന്ന് പറഞ്ഞാൽ ഹിബ്രുവിലും മല എന്നാണ്. ഹോർ മലയിൽ വെച്ച് ഏലയാസറിന്റെ തിരുവസ്ത്രം അഴിച്ച് മോശയും ഇസ്രായേൽ ജനവും നോക്കി നിൽക്കെ അഹറോൻ അവിടെ വെച്ച് മരണപ്പെട്ടു. അവൻ അവിടെ തന്നെ കബറടക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനം ഹോർ മല ഇറങ്ങിപ്പോന്നു. ഒരു ഭാഗത്ത് എന്താ പറയണത്? ഒരു ഭാഗത്ത് പറയണത് യാക്കാന്റെ കിണറിന്റെ സമീപത്തേക്ക് കൂടി മൊസേറയിലേക്കുള്ള യാത്രക്കിടയിൽ വെച്ച് അവിടെ വെച്ച് പിന്നെ അഹ്റോൻ മരണപ്പെട്ടു എന്ന്. അവനെ യാക്കാന്റെ കിണറിന്റെ അടുത്ത് തന്നെ കബറടക്കി എന്നാ പറയുന്നത്. അപ്പൊ ഇത് നിങ്ങളെ ദൈവം പറയണല്ലിത്. അപ്പൊ ഇത്രയും വലിയൊരു മിസ്റ്റേക്കാണ് പിന്നെ പറഞ്ഞു പോണ. അല്ലെങ്കിൽ അഹ്റോൻ രണ്ട് അഹ്റോൻ വേണം ഇങ്ങനെ മരിക്കണമെങ്കിൽ. അതിലും മേലൊന്നല്ലല്ലോ എൻ്റെ അടുത്ത് വരുന്ന മിസ്റ്റേക്ക്. ഞാൻ കേവലം ഒരു സൃഷ്ടിയല്ലേ ന്യൂക്ലിയറെ. ഓടിയല്ല മൂപ്പര് പറഞ്ഞപ്പോ ഓടി. കാരണം മൂപ്പർക്ക് പിടി കിട്ടിയതേ. അറിവില്ലായ്മയും വിവരക്കേടും മറച്ചുവെക്കാൻ വേണ്ടി ബൈബിളിലെ ദൈവത്തിനെ ചൊറിയാൻ പോകുമ്പോൾ നാണക്കേടിന്റെ ആഴം കൂടുമെന്ന് ദാവാക്കാർ മനസ്സിലാക്കുന്നില്ല. ബൈബിൾ വായിക്കാതെ ബൈബിളിനെ വിമർശിക്കാൻ വരുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ് ഈ ദാവാക്കാർക്ക്. പോസ്റ്റുകാൽ എന്ന് പറയുന്നത് പോലെയുള്ള മണ്ടത്തരമാണ് ഹോർ മല എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ ദാവാക്കാരൻ തള്ളിമറിക്കുന്നുണ്ട്. പാവ യൂനുസിന്റെ വിചാരം ബൈബിളിലെ ദൈവമാണ് ഹോർ പർവ്വതത്തിന് ആ പേരിട്ടതെന്നാണ്. ബൈബിളിൽ പല പർവ്വതങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. എബാൽ പർവ്വതം, ഗിർസീം പർവ്വതം, ഗിൽബോവ പർവ്വതം, ഹെർമോൻ പർവ്വതം, നെബോ പർവ്വതം, ഹോർ പർവ്വതം, താബോർ പർവ്വതം, സീനായ് പർവ്വതം, അരാരത്ത് പർവ്വതം, കർമേൽ പർവ്വതം, മോരിയ മല, ഒലിവ് മല, സിയോൻ പർവ്വതം, ഗിലിയാദ് പർവ്വതം തുടങ്ങി ധാരാളം പർവ്വതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പർവ്വതങ്ങൾക്കൊന്നിനും ദൈവമല്ല പേരിട്ടത്, നാട്ടുകാരാ പേരിട്ടത്. നാട്ടുകാരാ പർവ്വതങ്ങൾക്ക് വിളിച്ച പേരുകളാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഹോർ പർവ്വതം, ഹോർ എന്നുള്ള വാക്കിന്റെ അർത്ഥം പർവ്വതം എന്ന് തന്നെയാണ്. ശരിയാണ്. ഹോർ എന്ന് പറഞ്ഞാൽ ഹാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതം എന്ന് തന്നെയാണ്. ഹോർ എന്ന് നാട്ടുകാർ വിളിച്ചിരുന്ന ഒരു പർവ്വതം അവിടെ ഉണ്ടായിരുന്നു. ആ പർവ്വതത്തിൽ വെച്ചാണ് അഹ്റോൻ മരിച്ചത്. ആ കാര്യം ബൈബിളിൽ രേഖപ്പെടുത്തുമ്പോൾ ഹോർ പർവ്വതം എന്ന് തന്നെയേ മോശയ്ക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള ബോധം ദാവാക്കാർക്കില്ലാതെ പോയത് ബൈബിളിന്റെ കുഴപ്പമല്ല. ഞാൻ അല്പം കൂടി ഒന്ന് വിശദീകരിച്ചു തരാം. നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, നമ്മുടെ നാടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് മനസ്സിലാക്കി തരാം. സിന്ധു എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം സമുദ്രം അല്ലെങ്കിൽ സാഗരം അല്ലെങ്കിൽ കടൽ എന്നൊക്കെയാണ്. മനസ്സിലായോ? സിന്ധു എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. നമ്മുടെ അറബിക്കടലിനെ പണ്ട് ഇന്ത്യയിലുള്ളവർ വിളിച്ചിരുന്ന പേര് സിന്ധു സാഗരം എന്നായിരുന്നു. സിന്ധു സാഗരം. സിന്ധു എന്നാലും സാഗരം എന്നാലും ഒരേ അർത്ഥം തന്നെയാണ്. സംഘികളിപ്പോ അറബിക്കടലിന്റെ പേര് മാറ്റി സിന്ധു സാഗരം എന്നാക്കണം എന്നൊക്കെ പ്രചരണം നടത്തുന്നുണ്ട്. 3 കൊല്ലം മുമ്പ് മഹാരാഷ്ട്ര ഗവർണറും ഇതേ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യം പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പത്രക്കാരന് സിന്ധു സാഗർ എന്ന് തന്നെയേ എഴുതാൻ പറ്റൂ. അത് വായിച്ചിട്ട് സുബോധമുള്ള ഒരാളും പത്രലേഖകനെ കളിയാക്കില്ല. സിന്ധു എന്ന് പറഞ്ഞാലും സാഗരം എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പൊ പിന്നെ സിന്ധു സാഗരം എന്നൊക്കെ പത്രത്തിൽ എഴുതുന്നത് പോസ്റ്റുകാൽ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള വിവരക്കേടല്ലേ എന്ന് സുബോധമുള്ള ഒരാളും ചോദിക്കില്ല. പക്ഷെ ദാവാക്കാർ ചോദിക്കും. കാരണം സുബോധം എന്ന് പറയുന്ന സംഗതി അവരുടെ 7 അയലത്തൂടി പോയിട്ടില്ല. അതുകൊണ്ട് അവർ ചോദിക്കും. ഇനി ഈ ദാവാക്കാരൻ പറയുന്നത് പോലെ അഹ്റോനെ 2 സ്ഥലങ്ങളിൽ വെച്ച് അടക്കി എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം.
അഹ്റോൻ മരിച്ച സംഭവത്തെക്കുറിച്ച് ബൈബിളിൽ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത് സംഖ്യാപുസ്തകത്തിലാണ്. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന്റെ 22 മുതൽ 28 വരെയുള്ള വേദഭാഗങ്ങൾ ഞാനത് വായിക്കാം. പിന്നെ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാദേശിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഹോർ പർവ്വതത്തിൽ എത്തി. ഏദോം ദേശത്തിന്റെ അതിരിങ്കലുള്ള ഹോർ പർവ്വതത്തിൽ വെച്ച് യഹോവ മോശയോടും അഹ്റോനോടും അരുളി ചെയ്തത്: അഹ്റോൻ തന്റെ ജനത്തോട് ചേരും. കലഹജലത്തിങ്കൽ നിങ്ങൾ എന്റെ കൽപ്പന മറുത്തതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടക്കയില്ല. അഹ്റോനെയും അവന്റെ മകനായ എലയാസറിനെയും കൂട്ടി അവരെ ഹോർ പർവ്വതത്തിൽ കൊണ്ടുചെന്ന് അഹ്റോന്റെ വസ്ത്രമൂരി അവന്റെ മകനായ എലയാസറിനെ ധരിപ്പിക്കണം. അഹ്റോൻ അവിടെ വെച്ച് മരിച്ച് തന്റെ ജനത്തോട് ചേരും. യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സർവ്വസഭയും കാണെ അവർ ഹോർ പർവ്വതത്തിൽ കയറി. മോശെ അഹ്റോന്റെ വസ്ത്രമൂരി അവന്റെ മകനായ എലയാസാറിനെ ധരിപ്പിച്ചു. അഹ്റോൻ അവിടെ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരിച്ചു. മോശയും എലയാസാറും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അഹ്റോൻ മരിച്ചുപോയി എന്ന് സഭയെല്ലാം അറിഞ്ഞപ്പോൾ ഇസ്രായേൽ ഗൃഹം ഒക്കെയും അഹ്റോനെ കുറിച്ച് 30 ദിവസം വിലപിച്ചുകൊണ്ടിരുന്നു. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന്റെ 22 മുതൽ 28 വരെയുള്ള വേദഭാഗങ്ങൾ. ദാവാക്കാർ ഈ വേദഭാഗം ഒരു വട്ടമെങ്കിലും വായിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവർ പറയുകയില്ല ഇസ്രായേൽ ജനവും മോശയും ഏലയാസറും നോക്കി നിൽക്കെയാണ് ഹോർ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് അഹ്റോൻ മരിച്ചതെന്നും അഹ്റോനെ അടക്കി കഴിഞ്ഞിട്ട് ഇസ്രായേൽ ജനം പർവ്വതത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു എന്നും നമുക്കത് ഒന്നും കൂടി കേട്ടു നോക്കാം. ഹോർ മലയിൽ വെച്ച് ഏലയാസറിന്റെ തിരുവസ്ത്രം അഴിച്ച് മോശയും ഇസ്രായേൽ ജനവും നോക്കി നിൽക്കെ അഹ്റോൻ അവിടെ വെച്ച് മരണപ്പെട്ടു. അവൻ അവിടെ തന്നെ കബറടക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനം ഹോർ മല ഇറങ്ങിപ്പോന്നു. ഒരു ഭാഗത്ത് ഹോർ പർവ്വതത്തിന്റെ മുകളിലേക്ക് അഹ്റോനും മോശയും ഏലയാസറും മാത്രമേ കയറി പോയിട്ടുള്ളൂ. ദശലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനം പർവ്വതത്തിന്റെ താഴെ നിന്ന് അവർ മൂവരും മുകളിലേക്ക് കയറി പോകുന്നത് കാണുകയായിരുന്നു. ഈ വേദഭാഗം വായിച്ചിട്ടുള്ള ഏതൊരാൾക്കത് മനസ്സിലാകും. എന്നാൽ ദാവാക്കാർ ബൈബിൾ വായിക്കാതെയാണ് ബൈബിൾ വിമർശനം നടത്തുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിവരക്കേടുകൾ അവർ പറയുന്നത്. ഇതിനകത്ത് വേറൊരു കോമഡിയും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് പറയാം. ഈ മുസ്ലിങ്ങൾ ബൈബിൾ വായിക്കാതെ ബൈബിളിനെ വിമർശിക്കും. ഞങ്ങൾ ഖുർആന്റെ പല മലയാളം പരിഭാഷകളും ഇംഗ്ലീഷ് പരിഭാഷകളും ചിലപ്പോൾ ഹിന്ദി പരിഭാഷ അതുപോലെ അതിന്റെ തഫ്സീറുകൾ ഇതൊക്കെ വായിച്ചിട്ടാണ് ഖുർആൻ വിമർശനം നടത്തുന്നത്. ആ വീഡിയോകളുടെ കീഴിൽ വന്നിട്ട് ഉളുപ്പെന്ന് പറയുന്ന സംഗതി 7 അയലത്ത് കൂടി പോയിട്ടില്ലാത്ത മുസ്ലിങ്ങൾ കമന്റ് ഇടാറുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരുടെ കമന്റ് ഇങ്ങനെയായിരിക്കും: നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഒന്ന് വായിക്കൂ, ഇസ്ലാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറുമെന്ന്. ഈ കമന്റ് ഇടുന്നവന്മാർ ഇന്ന് വരെ അർത്ഥമറിയാവുന്ന ഭാഷയിൽ ഖുർആൻ വായിച്ചിട്ടില്ല. അർത്ഥമറിയാത്ത അറബിയിൽ ഖുർആൻ ഓതുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവരാണ് വന്നിട്ട് ഞങ്ങളെ ഉപദേശിക്കുന്നത് ഒരു വട്ടമെങ്കിലും ഖുർആൻ വായിക്കൂ എന്ന്. എന്റെ മദ്രസ പൊട്ടന്മാരെ, ഖുർആൻ വായിച്ചിട്ടുള്ളത് കൊണ്ടാണ്, അർത്ഥമറിഞ്ഞ് വായിച്ചിട്ടുള്ളത് കൊണ്ടാണ് അതിനെതിരെ ഞങ്ങൾ നിലകൊള്ളുന്നത്. ഞങ്ങളുടെ കൈവശമിരിക്കുന്ന പല ഖുർആൻ പരിഭാഷകളും ഈ കമന്റ് തൊഴിലാളികൾ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ട് പോലും ഇല്ലാത്തതാണ്. തഫ്സീറുകളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഉസ്താദുമാർ കൊടുക്കുന്ന ക്യാപ്സൂളുകൾ കൊണ്ടുവന്ന് ഇവിടെ ഒട്ടിച്ചു വെക്കുക എന്നതല്ലാതെ ഈ മദ്രസ പൊട്ടന്മാർക്ക് വേറെ വല്ലതും അറിയാമോ? അർത്ഥമറിഞ്ഞ അവര് ഇന്ന് വരെ ഒരു വട്ടമെങ്കിലും ഈ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? ഹദീസ് ഇവർ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, ഇതൊന്നുമില്ല. ഉസ്താദുമാർ പറയുന്നത് എന്താണോ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് വെട്ടി വീഴുന്നു. എന്നിട്ട് ഇവിടെയൊക്കെ വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലൊക്കെ വന്ന് ഛർദ്ദിച്ചു വെക്കും. ഇതേ ഇവർ ചെയ്യുള്ളൂ, ഇതാ ഇവർക്ക് അറിയുള്ളൂ. അതുകൊണ്ട് അർത്ഥം പറയുന്ന ഭാഷയിൽ ഒരു വട്ടമെങ്കിലും ഖുർആൻ ഒന്ന് വായിച്ചു നോക്കാൻ ഇല്ല, പറ്റില്ല. അത് വായിച്ചു കഴിഞ്ഞാൽ മനസാക്ഷിയുള്ളവരാണെങ്കിൽ അപ്പൊ ഇസ്ലാം ഉപേക്ഷിക്കും. മനസ്സിലായോ? അല്പമെങ്കിലും മാനവികത ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ ആ നിമിഷം ഇസ്ലാം ഉപേക്ഷിക്കും. അത്ര വൃത്തികെട്ട പുസ്തകമാണ്, ചവർ ഗ്രന്ഥമാണത്. ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അഹ്റോന്റെ മരണം മോശെ റിപ്പോർട്ട് ചെയ്തതാണ് സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിലേക്ക് കടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് മോശെ ഇസ്രായേൽ ജനത്തോട് നടത്തുന്ന ഒരു വലിയ പ്രഭാഷണമുണ്ട്. ആവർത്തന പുസ്തകത്തിലാണ് അത് ആ പ്രസംഗം കാണുന്നത്. ദീർഘമായിട്ട് കിടക്കുകയാണ് ആവർത്തന പുസ്തകത്തിൽ. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ യഹോവയായ ദൈവം വിടുവിച്ചു കൊണ്ടുവന്നത് മുതൽ അതുവരെയുള്ള കാര്യങ്ങൾ ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണത്. അതായത് പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും വിശദമായി എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് മോശെ ചുരുക്കമായി പ്രസംഗത്തിലൂടെ പറയുന്നത്. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരൊറ്റ വാചകത്തിൽ മോശെ അഹ്റോന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാം. അങ്ങനെ ഞാൻ ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കി മുമ്പിലത്തേവ പോലെ
2 കൽപ്പലക വെട്ടിയെടുത്ത് കയ്യിൽ ആ പലകയുമായി പർവ്വതത്തിൽ കയറി. മഹായോഗം ഉണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത 10 കൽപ്പനയും യഹോവ മുമ്പിലത്തെ എഴുത്തുപോലെ പലകകളിൽ എഴുതി അവയെ എന്റെ പക്കൽ തന്നു. അനന്തരം ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ ഉണ്ടാക്കിയിരുന്ന പെട്ടകത്തിൽ പലക വെച്ചു. യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ അവ അവിടെ തന്നെ ഉണ്ട്. ഇസ്രായേൽ മക്കൾ ബെനെ ആഖാൻ എന്ന ബേരോത്തിൽ നിന്ന് മോസരയിലേക്ക് യാത്ര ചെയ്തു. അവിടെ വെച്ച് അഹരോൻ മരിച്ചു. അവിടെ അവനെ അടക്കം ചെയ്തു. അവന്റെ മകൻ ഏലയാസർ അവന് പകരം പുരോഹിതനായി. അവിടെ നിന്ന് അവർ ഗുദ്ഗോദയ്ക്കും ഗുദ്ഗോദയിൽ നിന്ന് നീരൊഴുക്കുള്ള ദേശമായ യൊത്ബത്തയ്ക്കും യാത്ര ചെയ്തു. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ബൈബിള് പോലും മര്യാദയ്ക്ക് വായിച്ചു നോക്കാത്ത ദാവാക്കാർക്ക് ബൈബിളിന്റെ ഭൂമിശാസ്ത്രം അഥവാ ബിബ്ലിക്കൽ ജിയോളജി വല്ലതും അറിയുമെന്ന് വിചാരിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. ഒരു മണ്ടത്തരമല്ല, മഹാമണ്ടത്തരം എന്ന് തന്നെ പറയാം. ബെനെ ആഖാനിൽ വെച്ച് അഹ്റോൻ മരിച്ചു എന്നൊന്നും മോശ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ മോസരയിൽ വെച്ച് അഹ്റോൻ മരിച്ചു എന്നും മോശ പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇസ്രായേൽ മക്കൾ ബെനെ ആഖാൻ അഥവാ ആഖാന്റെ സന്തതികളുടെ ദേശത്തു നിന്നും മോസരയിലേക്ക് യാത്ര ചെയ്തുവെന്നും ആ യാത്രക്കിടയിൽ അഹ്റോൻ മരിച്ചു എന്നുമാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത സ്ഥലങ്ങൾ ഏതാണ്ട് ഒരുവിധം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇപ്പോഴും കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ലൊക്കേഷൻ തിരിയാത്തതുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ബൈബിൾ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ബൈബിൾ ജിയോളജിസ്റ്റുകൾ അതെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ സ്ഥലമൊക്കെ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ ആ ഭൂപടം നമ്മൾ പരിശോധിച്ചാൽ ബെനെ ആഖാനിൽ നിന്ന് മോസരയിലേക്ക് പോകുന്നതിനിടയിലാണ് ഹോർ പർവ്വതം സ്ഥിതി ചെയ്യുന്നതെന്ന് കാണാം. മനസ്സിലായോ? ഇതിന് രണ്ടിനും ഇടയിലാണ്. ആ ഹോർ പർവ്വതത്തിൽ വെച്ചാണ് അഹരോൻ മരിച്ചതെന്ന് സംഖ്യാപുസ്തകത്തിൽ വളരെ വ്യക്തമായി തന്നെ മോശ എഴുതി വെച്ചിട്ടുണ്ട്. പ്രസംഗിക്കുമ്പോൾ ഇതെല്ലാം വിശദമായി പറയാൻ പറ്റില്ല, ചുരുക്കി പറയാനേ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് കൂടുതൽ വിശദമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ എന്ത് ചെയ്യണം? സംഖ്യാപുസ്തകത്തിൽ പോയിട്ട് നോക്കണം. അവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആവർത്തന പുസ്തകത്തിൽ ചുരുക്കി പറഞ്ഞിരിക്കുന്നു. പ്രസംഗിക്കുമ്പോൾ ഇത് ചുരുക്കി പ്രസംഗിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽ 53-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അവിടെ സ്തെഫാനോസിന്റെ പ്രസംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം മുതൽ പ്രവാചകന്മാരുടെ പുസ്തകം വരെയുള്ള ഭാഗങ്ങളാണ് സ്തെഫാനോസ് ഈ 51 വാക്യങ്ങളിലൂടെ പറയുന്നത്. മനസ്സിലായോ? പ്രസംഗമാണ്, സ്തെഫാനോസിന്റെ പ്രസംഗമാണ്, ചുരുക്കി പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളും വിട്ടുകളയേണ്ടി വരും. പറയുന്ന കാര്യങ്ങളിൽ തന്നെ വിശദീകരണങ്ങളെല്ലാം ഒഴിവാക്കേണ്ടി വരും. ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യർക്ക് ഇതൊക്കെ മനസ്സിലാകുന്നതാണ്. ദാവക്കാർക്ക് ചിന്താശേഷി ഇല്ലാത്തതുകൊണ്ട് പിടിയിട്ടില്ല. മോശ ഇസ്രായേൽ ജനത്തോട് കഴിഞ്ഞ 40 വർഷക്കാലം ദൈവം അവരെ നടത്തിയ വിധങ്ങളും ഇസ്രായേൽ ജനത്തിന്റെ അനുസരണക്കേടുകളും ഒക്കെ പുതിയ തലമുറയോട് വിവരിക്കുമ്പോൾ സ്വാഭാവികമായും വിശദീകരണങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് പറയുക. അതുകൊണ്ടാണ് ബെനെ ആഖാനിൽ നിന്ന് ഇസ്രായേൽ ജനം മോസരയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ അഹ്റോൻ മരിച്ചു എന്ന് ഒറ്റ വാചകത്തിൽ മോശ പറഞ്ഞത്. മനസ്സിലായോ? ഈ ദാവാക്കാർക്ക് ചിന്താശേഷി അലർജി ആയതുകൊണ്ട് അവർക്കിത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിമർശനം ബൈബിളിനും ബൈബിളിലെ ദൈവത്തിനും നേരെ അവർ ഉയർത്തുന്നത്. മോശ ഇത് പറയുമ്പോൾ ഇത് പറയുന്ന ആരോടാണ്? അവിടെയുള്ള ആ തലമുറ. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്, ചില മാസങ്ങൾക്ക് മുമ്പാണ് അഹ്റോൻ മരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗം കേൾക്കാൻ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാം എവിടെ വെച്ചാണ് അഹ്റോൻ മരിച്ചതെന്നുള്ളത്. മനസ്സിലായോ? അഹ്റോൻ മരിച്ച് പതിറ്റാണ്ടുകൾക്ക് ശേഷമല്ല, പുതിയൊരു തലമുറയോടല്ല ഇത് പറയുന്നത്. ആ ജനം അവര് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് താഴെ നിന്ന് കരഞ്ഞതാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ അഹ്റോനെയും കൊണ്ട് മോശയും ഏലയാസറും മുകളിലേക്ക് പോയിട്ട് പിന്നെ 2 പേര് മാത്രം താഴോട്ട് ഇറങ്ങി വന്ന് അഹ്റോൻ മരിച്ചത് അറിയിച്ചു. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവർ കരഞ്ഞതാണ്, വിലാപം കഴിച്ചതാണ്. ആ കൂട്ടരോടാ മോശ ഇത് പറയുന്നത്. അപ്പൊ പിന്നെ ഇത് വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, അവർക്കറിയാം എവിടെ വെച്ചാ മരിച്ചതെന്ന്. മനസ്സിലായോ? ഏതായാലും നമുക്കിനി ആ ക്ലിപ്പിന്റെ ബാക്കി ഭാഗം കേട്ട് നോക്കാം. മഹാ കോമഡിയാണ്. ദാവാക്കാരൻ ഇപ്പോഴും കാര്യം പിടികിട്ടിയിട്ടില്ല. അതായത് ഒരു റാത്തൽ എന്ന് പറഞ്ഞാൽ അത് 454 ഗ്രാമാണെന്നും 100 റാത്തൽ എന്ന് പറഞ്ഞാൽ 436 കിലോ അല്ല, അതിലും താഴെ 45.5 കിലോയിലും താഴെയേ ഉള്ളൂ എന്നുള്ളതൊന്നും ആൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ മുകളിലേക്ക് കയറി വന്ന് സംസാരിച്ച ക്രിസ്ത്യാനിയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. കേട്ടു നോക്കാം. അപ്പൊ ഏതാണ്ട് 200 കിലോ പിന്നെ വരുന്ന ഒരു കൂട്ടാണ് ഇത് വെച്ച് കെട്ടണത്. 200 കിലോ. അദ്ദേഹം പറഞ്ഞതിന് നന്ദി. കാരണം എന്താ അറിയോ, നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഓർമ്മയിൽ കണക്കുകൾ ഓടിക്കേറൂല്ലല്ലോ. 4, 5, 20, 200. ശരി, അദ്ദേഹം അത് പറഞ്ഞിരുന്നതിന് എനിക്ക് നന്ദി ഉണ്ട് കേട്ടോ. അത് വേറൊരു കാര്യം. 4, 5, 20 എന്ത് 4 എന്ത് 5 ആർക്കറിയാം? 4, 5, 20 എന്ന് ദാവാക്കാർ കേട്ടിട്ടുണ്ട്. അതൊക്കെ തട്ടിവിടുകയാണ്.
100 റാത്തൽ സുഗന്ധദ്രവ്യങ്ങളാണ് കർത്താവിന്റെ ശരീരത്തിൽ പൂശാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. 100 റാത്തല്, അല്ലാണ്ട് 400 റാത്തലല്ല. മനസ്സിലായ? ഈ 4-5 എന്ന് പറഞ്ഞില്ല, 4 എങ്ങനെ വരുന്ന അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. 400 റാത്തൽ എന്നല്ല പറഞ്ഞത്, 100 റാത്തൽ എന്നാ. ഒരു റാത്തൽ എന്ന് പറഞ്ഞാൽ 4-5 ഗ്രാം അല്ല, അല്ലെങ്കിൽ 4-5 കിലോയും അല്ല. മനസ്സിലായ? അപ്പൊ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 4-5-20 എന്ന് പറഞ്ഞത്? ദാവാക്കാർക്ക് മാത്രമേ അറിയുള്ളൂ, അള്ളാഹുവിന് പോലും അറിയുമെന്ന് സംശയമാണ്. അതാണ് അവസ്ഥ. ഏതായാലും 436 കിലോയിൽ നിന്ന് ഒറ്റയടിക്ക് 200 കിലോ ആക്കി കുറയ്ക്കാൻ ദാവാക്കാരൻ കാണിച്ച ആ നല്ല മനസ്സിനെ നിങ്ങൾ ആരും കാണാതെ പോകരുതെന്ന് ഓർപ്പിച്ചുകൊണ്ട് ക്ലിപ്പിന്റെ ബാക്കി ഭാഗം കേൾക്കാം. ുമ്പോഴുള്ള ഒരു സംവിധാനം യഹൂദന്മാരുടെ ഇടയിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ യാക്കോബ് മരണപ്പെട്ട് മിസ്രൈമിൽ നിന്ന് മരണപ്പെട്ടപ്പോ യാക്കോബിന്റെ പിന്നെ മൃതദേഹം അവിടുന്ന് കൊണ്ടുവരുമായിരുന്നു. ജോസഫിന്റെ മൃതദേഹം കൊണ്ടുവരായിരുന്നു. തെറ്റ് പറയല്ലേ? ദാവാക്കാർ ബൈബിൾ വായിക്കാതെയാണ് ബൈബിളിനെ വിമർശിക്കാൻ നടക്കുന്നതെന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. യാക്കോബ് മരിച്ചപ്പോൾ യാക്കോബിന്റെ ശവശരീരം മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നില്ല. യോസേഫ് മരിച്ചപ്പോൾ യോസേഫിന്റെ ശരീരവും മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നില്ല എന്നാണ് ദാവാക്കാരൻ പറയുന്നത്. ബൈബിൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ഓടിച്ചു വായിച്ചിട്ടുള്ളവർക്ക് പോലും ഇത് കേൾക്കുമ്പോൾ ചിരി വരും. ആദ്യം നമുക്ക് യാക്കോബിന്റെ കാര്യം നോക്കാം. മരണമെടുത്തപ്പോ യാക്കോബ് തന്റെ 12 പുത്രന്മാരെയും അനുഗ്രഹിച്ച് തീർന്നതിന് ശേഷം അവരോട് ഒരു കാര്യം കൽപ്പിക്കുന്നുണ്ട്. ഞാനത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 29 മുതൽ 33 വരെ. അവൻ അവരോട് ആജ്ഞാപിച്ചു പറഞ്ഞത്, ഞാൻ എന്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എഫ്രോന്റെ നിലത്തിലെ ഗുഹയിൽ എന്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കേണം. കനാൻ ദേശത്ത് മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാനഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ. അവിടെ അവർ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറയെയും ഇസഹാക്കിനെയും അവന്റെ ഭാര്യയായ റിബേക്കയെയും അടക്കി. അവിടെ ഞാൻ ലേയയെയും അടക്കി. ആ നിലവും അതിലെ ഗുഹയും ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയതാകുന്നു. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. ഉൽപ്പത്തി 49-ന്റെ 29 മുതൽ 33 വരെ. യാക്കോബ് വളരെ വ്യക്തമായി തന്നെ മക്കൾക്ക് കൽപ്പന കൊടുക്കുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മിസ്രയീമിൽ അടക്കം ചെയ്യരുത്. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കനാൻ നാട്ടിൽ അബ്രഹാമിനെയും സാറയെയും ഇസഹാക്കിനെയും റബേക്കയെയും ലേയയെയും അടക്കം ചെയ്തിരിക്കുന്ന മക്പേല ഗുഹയിലായിരിക്കണം തന്നെയും അടക്കം ചെയ്യേണ്ടതെന്ന്. അതാണ് മക്കൾക്ക് കൊടുക്കുന്ന കൽപ്പന. യാക്കോബിന്റെ മക്കൾ ആ കൽപ്പന അക്ഷരം പ്രതി അനുസരിക്കുന്നുമുണ്ട്. നമുക്കത് തൊട്ടടുത്ത അധ്യായത്തിൽ കാണാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 2 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അത് വിശദീകരിക്കുന്നുണ്ട്. മൊത്തം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ കൽപ്പിച്ചിരുന്ന പോലെ പുത്രന്മാർ അവന് ചെയ്തു. അവന്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാനഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. യോസെഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരനും അവന്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രൈമിലേക്ക് മടങ്ങിപ്പോന്നു. ഉൽപ്പത്തി 50-ന്റെ 12 മുതൽ 14 വരെ. ഒരു വട്ടമെങ്കിലും ഉൽപ്പത്തി പുസ്തകം വായിച്ചിട്ടുള്ള ആരെങ്കിലും പറയുമോ യാക്കോബിനെ അടക്കിയത് ഈജിപ്തിലായിരുന്നു എന്ന്, അല്ലെങ്കിൽ മിസ്രൈമിലായിരുന്നു എന്ന്? യാക്കോബിന്റെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല എന്നൊക്കെ. ബൈബിൾ വായിക്കാതെയാണ് ദാവാക്കാർ ബൈബിൾ വിമർശനം നടത്തുന്നത്. ഇനി നമുക്ക് യോസേഫിന്റെ കാര്യം നോക്കാം. യോസേഫ് മരിക്കാറായപ്പോൾ തന്റെ സഹോദരന്മാരോട് ഈ കാര്യത്തിൽ സത്യം ചെയ്യിക്കുന്നുണ്ട്. അത് വായിക്കാം. അനന്തരം യോസേഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തു നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗം ഇട്ടു. അവനെ മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 24 മുതൽ 26 വരെ. യാക്കോബ് പറഞ്ഞു തന്റെ ശരീരം കനാൻ നാട്ടിൽ കൊണ്ടുപോയിട്ട് മക്പേല ഗുഹയിൽ അടക്കണമെന്ന് പറഞ്ഞു. എന്നാൽ യോസേഫ് അങ്ങനെ പറയുന്നില്ല. യോസേഫ് പറയുന്നത് തന്റെ അസ്ഥികൾ കൊണ്ടുപോകണമെന്നാണ്. തന്റെ ശരീരം കൊണ്ടുപോകണമെന്നല്ല, അസ്ഥികൾ കൊണ്ടുപോകണമെന്ന്. എന്നാണ് അങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം, മഹാക്ഷാമത്തിൽ നിന്നും മിസ്രൈമിനെ രക്ഷിക്കുകയും ധാന്യപ്പുരകൾ നിർമ്മിച്ച് ധാന്യം സൂക്ഷിച്ചു വെച്ച് ക്ഷാമകാലത്ത് ആ ധാന്യം വിറ്റ് മിസ്രൈമിനെ അതിസമ്പന്നമാക്കിയത് യോസേഫായിരുന്നു. അതുകൂടാതെ ആ സമയത്താണ് യോസേഫ് പുതിയൊരു നിയമവും കൊണ്ടുവരുന്നത്. അവിടെ മിസ്രൈമിൽ ഉണ്ടാക്കുന്നതായ എല്ലാ കാർഷിക വിളകളുടെയും 1/5 ഫറവോനുള്ളതായിരിക്കുമെന്ന്.
അങ്ങനെ ഫറവോന്റെ കുടുംബത്തെയും സമ്പന്നമാക്കിയിരിക്കുന്നത്. അവരല്ലെങ്കിൽ തന്നെ സമ്പന്നന്മാരാണ്, എന്നാൽ ഇതുകൂടിയാവുമ്പോൾ കൂടുതൽ സമ്പന്നന്മാരാകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് യോസെഫാണ്. അന്നത്തെ മിസ്രൈമിനെ സംബന്ധിച്ച്, അതായത് സാധാരണക്കാരായ മിസ്രൈമിനെ സംബന്ധിച്ചായാലും ഭരണകർത്താക്കളായിരിക്കുന്ന ഫറവോന്റെ കുടുംബക്കാർ അവരെ സംബന്ധിച്ചായാലും ശരി, അവരുടെയൊക്കെ ഹീറോയാണ് യോസെഫ്, നാഷണൽ ഹീറോ എന്ന് പറയാം. മാത്രമല്ല മിസ്രൈമിലെ രണ്ടാമത്തെ അധികാരിയും കൂടിയായിരുന്നു യോസെഫ്. ഫറവോൻ പറയുന്നുണ്ട്, സിംഹാസനം കൊണ്ട് മാത്രമാണ് ഞാൻ യോസെഫിനേക്കാളും മേലെയായിരിക്കുന്നതെന്ന്. അത്രമാത്രം അധികാരങ്ങളൊക്കെ ഉള്ള ആള്. അങ്ങനെയുള്ള യോസെഫിന്റെ മൃതദേഹം എല്ലാവിധമായ ഔദ്യോഗിക ബഹുമതികളോടും കൂടെ മിസ്രൈമിൽ തന്നെ അടക്കം ചെയ്യുകയേ ഉള്ളൂ എന്ന് യോസെഫിന് അറിയാം. തന്റെ ശരീരം ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല, മിസ്രൈം വിട്ടുകൊടുക്കുകയില്ല. അപ്പന്റെ ശരീരം വിട്ടുകൊടുത്തതുപോലെ തന്റെ ശരീരം വിട്ടുകൊടുക്കുകയില്ല എന്ന് യോസെഫിന് അറിയാം. അപ്പൊ ഇവരിവിടെ തന്നെ അടക്കം ചെയ്യും. എന്നാൽ 400 ചില്ലാൻ വർഷം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് കനാൻ നാട്ടിലേക്ക് തന്നെ പോകും എന്ന് യോസെഫിന് അറിയാം. അങ്ങനെ ദൈവം അവരെ സന്ദർശിച്ച് ഇവരുടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് തന്റെ ശരീരം അല്ലെങ്കിൽ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെയല്ല, മിസ്രൈമിലെ മണ്ണിലല്ല കിടക്കേണ്ടത്, അത് കനാൻ നാട്ടിൽ അടക്കം ചെയ്യണം എന്ന് യോസെഫിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോസെഫ് അങ്ങനെ പറയുന്നത്. മനസ്സിലായോ? 400 ചില്ലാൻ വർഷങ്ങൾക്ക് ശേഷം മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം രക്ഷപ്പെട്ടു പോരുമ്പോൾ യോസെഫിന്റെ ആഗ്രഹം അവർ നിവർത്തിക്കുന്നുമുണ്ട്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. ചെങ്കടൽ അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. മോശെ യോസെഫിന്റെ അസ്ഥികളും എടുത്തുകൊണ്ടു പോന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം, അപ്പോൾ എന്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകണമെന്ന് പറഞ്ഞ് അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്യിച്ചിരുന്നു. പുറപ്പാട് 13-ന്റെ 18-19 വാക്യങ്ങൾ. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോസെഫിന്റെ അസ്ഥികളെ അവർ വാഗ്ദത്ത ദേശത്ത് അടക്കം ചെയ്തത് രേഖപ്പെടുത്തിയിട്ടുള്ളത് വായിക്കാം. യോശുവ 24-32. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന യോസെഫിന്റെ അസ്ഥികളെ അവർ ശേഖേമിൽ, യാക്കോബ് ശേഖേമിന്റെ അപ്പനായ ഹാമോറിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് യോസെഫിന്റെ മക്കൾക്ക് അവകാശമായി തീർന്നു. യോശുവ 24-32. യാക്കോബിന്റെ മൃതദേഹം അങ്ങനെ തന്നെയും യോസെഫിന്റെ മൃതദേഹാവശിഷ്ടങ്ങളും ഇസ്രായേലിന്റെ മണ്ണിലാണ് അടക്കം ചെയ്തത് എന്നുള്ള കാര്യം ബൈബിൾ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ദാവാക്കാർ ബൈബിൾ വായിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവർക്കത് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതാണ് സംഗതി. അതുകൊണ്ടാണ് ഇങ്ങനെ വിമർശിക്കുന്നത്. എന്നാലും എന്റെ ദാവാക്കാരെ, ഖുർആൻ പോലെ അർത്ഥമറിയാത്ത ഭാഷയിലല്ലല്ലോ, നിങ്ങളുടെ മാതൃഭാഷയിലല്ലേ ഞങ്ങൾ നിങ്ങൾക്ക് ബൈബിള് തന്നിരിക്കുന്നത്, അല്ലേ? വിമർശിക്കാൻ വരുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും നിങ്ങൾക്ക് അതൊന്ന് വായിച്ചു നോക്കിക്കൂടെ? ഇങ്ങനെ പരസ്യമായി നാണം കെടുന്നത് ഒഴിവാക്കാമല്ലോ. പഠിച്ചിട്ട് വിമർശിക്കാൻ ഞങ്ങൾ നിങ്ങളോട് പറയുന്നില്ല. സത്യദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കാനുള്ള കഴിവോ പ്രാപ്തിയോ ഒന്നും നിങ്ങൾക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് മലയാളം വായിക്കാൻ അറിയാമല്ലോ. മലയാളത്തിലുള്ള ബൈബിൾ നിങ്ങൾക്ക് ഒരു വട്ടമെങ്കിലും വായിച്ചു നോക്കിക്കൂടെ? എന്നിട്ട് ബൈബിളിനെ വിമർശിക്കാൻ വന്നാൽ അതിനൊരു രസമൊക്കെ ഉണ്ട്. ഇതിപ്പോ കളരി കണ്ടില്ലെങ്കിലും ഗുരുക്കൾ എന്ന ഭാവവുമായി നടക്കുന്നവരാണ് ദാവാക്കാർ എന്നല്ലേ പൊതുജനം നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, അല്ലെ? സഹതാപമാണ് ദാവാക്കാരെ നിങ്ങളോട് തോന്നുന്നത്, വെറും സഹതാപം മാത്രം. 100 റാത്തൽ എന്ന് പറഞ്ഞാൽ അത് 436 കിലോയാണ്, 500 കിലോയാണ്, 200 കിലോയാണ് എന്നൊക്കെ ഈ ദാവാക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ ഇവർക്ക് കണക്കറിയില്ല എന്ന് ഏതൊരാൾക്കും മനസ്സിലാവും. എങ്കിൽ അക്കാര്യത്തിൽ ദാവാക്കാരെ മാത്രമല്ല മുസ്ലിങ്ങളിൽ ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവരിങ്ങനെ പറഞ്ഞു കേട്ടോ ഞങ്ങൾക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല എന്ന് നേരത്തെ പറഞ്ഞില്ലേ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇവരുടെ ആരാധനാമൂർത്തിയായ അള്ളാഹുവിന് പോലും കണക്കറിയില്ല. അള്ളാഹുവിന് മാത്രമല്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നു എന്ന് ആരോപിക്കപ്പെടുന്ന മലക്കിനോ, മലക്ക് ആയത്തുകൾ കൊടുത്തു എന്ന് ആരോപിക്കപ്പെടുന്ന മുഹമ്മദിനോ, മുഹമ്മദിൽ നിന്ന് ഈ ആയത്തുകൾ കേട്ടുപഠിച്ച സഹാബിമാർക്കോ ഒന്നും കണക്കറിയില്ല എന്നുള്ളതാണ് സത്യം. കണക്കിന്റെ കാര്യത്തിൽ ഇവന്മാരെല്ലാം കണക്കാ. അവർക്ക് ആർക്കും അറിയാത്ത കണക്ക് ഇവർക്ക് എങ്ങനെ അറിയാനാണ്? ഈ അള്ളാഹുവിനും മലക്കിനും മുഹമ്മദിനും സ്വഹാബിമാർക്കും മാത്രമല്ല അതിനുശേഷമുള്ള പണ്ഡിതന്മാരുടെ കാര്യം നോക്കി അവർക്കൊന്നും കണക്കറിയില്ല എന്ന് ഞങ്ങൾ ചുമ്മാ പറയുന്നതല്ല. ഖുർആൻ ഞങ്ങൾ വായിച്ചു നോക്കിയിട്ടുള്ളത് കൊണ്ട് പറയുന്നതാണ്. മുസ്ലിങ്ങളുടെ സ്വത്ത് ഭാഗം വെക്കുന്നതിനെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അള്ളാഹുവിന് കണക്കറിയില്ല എന്ന്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. സൂറ 4-ന്റെ 11-ഉം 12-ഉം ആയത്തുകൾ. നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു. ആണിന് 2 പെണ്ണിന്റേതിന് തുല്യമായ ഓഹരിയാണുള്ളത്. ഇനി 2-ലധികം പെൺമക്കളാണുള്ളതെങ്കിൽ മരിച്ച ആൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ 3-ൽ 2 ഭാഗമാണ് അവർക്കുള്ളത്. ഒരു മകൾ മാത്രമാണെങ്കിൽ അവൾക്ക് പകുതിയാണുള്ളത്. മരിച്ച ആൾക്ക് സന്താനമുണ്ടെങ്കിൽ അയാളുടെ മാതാപിതാക്കളിൽ ഓരോരുത്തർക്കും അയാൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ 1/6 വീതം ഉണ്ടായിരിക്കുന്നതാണ്.
ഇനി അയാൾക്ക് സന്താനമില്ലാതിരിക്കുകയും മാതാപിതാക്കൾ അയാളുടെ അനന്തരാവകാശികളായിരിക്കുകയുമാണെങ്കിൽ അയാളുടെ മാതാവിന് 1/3 ഭാഗം ഉണ്ടായിരിക്കും. ഇനി അയാൾക്ക് സഹോദരങ്ങൾ ഉണ്ടായിരുന്നാൽ അയാളുടെ മാതാവിന് 1/6 ഉണ്ടായിരിക്കും. മരിച്ച ആൾ ചെയ്തിട്ടുള്ള വസിയത്തിനും കടമുണ്ടെങ്കിൽ അതിനും ശേഷമാണ് ഇതെല്ലാം. നിങ്ങളുടെ പിതാക്കളിലും നിങ്ങളുടെ മക്കളിലും ഉപകാരം കൊണ്ട് നിങ്ങളോട് ഏറ്റവും അടുത്തവർ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ഓഹരി നിർണയമാണിത്. തീർച്ചയായും അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. നിങ്ങളുടെ ഭാര്യമാർക്ക് സന്താനമില്ലാത്ത പക്ഷം അവർ വിട്ടേച്ചു പോയ ധനത്തിന്റെ പകുതി നിങ്ങൾക്കാകുന്നു. ഇനി അവർക്ക് സന്താനം ഉണ്ടായിരുന്നാൽ അവർ വിട്ടേച്ചു പോയതിന്റെ 1/4 നിങ്ങൾക്കായിരിക്കും. അവർ ചെയ്യുന്ന വസിയത്തും കടമുണ്ടെങ്കിൽ അതും കഴിച്ചാണിത്. നിങ്ങൾക്ക് സന്താനമില്ലെങ്കിൽ നിങ്ങൾ വിട്ടേച്ചു പോയ ധനത്തിൽ നിന്ന് 4/1 അവർക്ക്, അതായത് ഭാര്യമാർക്കുള്ളത്. ഇനി നിങ്ങൾക്ക് സന്താനം ഉണ്ടായിരുന്നാൽ നിങ്ങൾ വിട്ടേച്ചു പോയതിൽ നിന്ന് 8/1 അവർക്കുള്ളത്. നിങ്ങൾ ചെയ്യുന്ന വസിയത്തും കടമുണ്ടെങ്കിൽ അതും കഴിച്ചാണിത്. അനന്തരമെടുക്കുന്ന പുരുഷനോ സ്ത്രീയോ പിതാവും മക്കളുമില്ലാത്ത ആളായിരിക്കുകയും അയാൾക്ക് മാതാവൊത്തൊരു സഹോദരനോ സഹോദരിയോ ഉണ്ടായിരിക്കുകയും ചെയ്താൽ അവരിൽ, അതായത് ആ സഹോദരി സഹോദരന്മാരിൽ ഓരോരുത്തർക്കും 1/6 ലഭിക്കുന്നതാണ്. ഇനി അവർ അതിലധികം പേരുണ്ടെങ്കിൽ അവർ 1/3 സമാവകാശികളായിരിക്കും. ദ്രോഹകരമല്ലാത്ത വസിയത്തോ കടമോ ഉണ്ടെങ്കിൽ അതൊഴിച്ചാണിത്. അല്ലാഹുവിങ്കൽ നിന്നുള്ള നിർദ്ദേശമത്രേ ഇത്. അല്ലാഹു സർവജ്ഞനും സഹനശീലനുമാകുന്നു. സൂറ 4:11-12. അപ്പൊ ഈ ആയത്തനുസരിച്ച് മാതാപിതാക്കളും ഭർത്താവും 3 പെൺമക്കളുമുള്ള 30 ലക്ഷം രൂപ സ്വത്തുള്ള ഒരു സ്ത്രീ മരിച്ചുപോയാൽ എങ്ങനെയായിരിക്കും അവരുടെ സ്വത്ത് പങ്കുവെക്കുന്നത്? അത് നമുക്കൊന്ന് നോക്കാം. അത് കാണുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ മേത്തന്റെ മാറ്റിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടും. ഓക്കെ, മരണപ്പെട്ട സ്ത്രീയുടെ മൊത്തം സ്വത്ത് 30 ലക്ഷം രൂപ. ഇതിൽ ഭർത്താവിന് അവകാശപ്പെട്ടത് എത്രയാണ്? 1/4 ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. 1/4, അതായത് 7.5 ലക്ഷം രൂപ. ബാക്കി എത്രയുണ്ട്? 30 ലക്ഷത്തിൽ നിന്ന് 7.5 ലക്ഷം കുറച്ചാൽ ബാക്കിയുള്ളത് 22.5 ലക്ഷം രൂപയാണെന്ന് നമുക്കറിയാം. പെൺമക്കൾക്ക് മൊത്ത സ്വത്തിന്റെ 2/3 ഭാഗമാണ്. അപ്പൊ അവർക്ക് 20 ലക്ഷം കൊടുക്കണം. 30 ലക്ഷത്തിന്റെ 2/3 എന്ന് പറഞ്ഞാൽ 20 ലക്ഷമാണ്. ഇപ്പൊ ബാക്കി എത്രയുണ്ട്? 30 ലക്ഷത്തിൽ നിന്ന് ആദ്യം 7.5 ലക്ഷം ഭർത്താവിനും 20 ലക്ഷം പെൺമക്കൾക്കും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 2.5 ലക്ഷമാണ്. ഓക്കെ, ഇനി മാതാവും പിതാവും ജീവനോടെ ഇരിപ്പുണ്ടേ. മാതാവിന് എത്രയാണെന്നറിയോ? മൊത്തം സ്വത്തിന്റെ 1/6, അതായത് 5 ലക്ഷം രൂപ. 6 ആണല്ലോ, 30 ലക്ഷം. അപ്പോൾ 5 ലക്ഷം രൂപ മാതാവിന്. ഇനി പിതാവിന് എത്രയാണെന്നറിയോ? പിതാവിനും മൊത്തം സ്വത്തിന്റെ 1/6, അതായത് 5 ലക്ഷം തന്നെ. അപ്പൊ ഇവർക്ക് രണ്ടുപേരും കൂടി ചേർന്ന് 10 ലക്ഷം. മാതാവിനും പിതാവിനും കൂടി ചേർന്ന് 10 ലക്ഷം കൊടുക്കണം. പക്ഷേ അല്ലാഹു പറഞ്ഞതനുസരിച്ച് ഭർത്താവിനും പെൺമക്കൾക്കും മാത്രം സ്വത്ത് ഭാഗം വെച്ച് വന്നപ്പോ ബാക്കി 2.5 ലക്ഷമേ അവശേഷിക്കുന്നുള്ളൂ. ആകെയുള്ളത് 30 ലക്ഷം രൂപ. അല്ലാഹു ഖുറാനിൽ പറഞ്ഞതനുസരിച്ചിട്ട് ഭാഗം വെച്ചാൽ എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ 7.5 ലക്ഷം രൂപ ഭാഗം വെക്കുന്നയാൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണം. മനസ്സിലായ? ഈ സർവജ്ഞാനി എന്ന് മുട്ടിന് അവകാശപ്പെടുന്ന അള്ളാഹുവിന്റെ കണക്കാണിത്. ഈ കണക്കിനെയാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്, മേത്തന്റെ മാറ്റിക്സ്. അല്ലാഹുവിന് മാത്രമല്ല, മലക്കിനോ മുഹമ്മദിനോ സ്വഹാബിമാർക്കോ ഒന്നും കണക്കറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. മനസ്സിലായോ? അതല്ലായിരുന്നെങ്കിൽ ലോക സൃഷ്ടിക്ക് 50,000 കൊല്ലം മുമ്പേ അള്ളാഹു ലൗഫുൽ മഹ്ഫൂസിൽ എഴുതി വച്ചിരിക്കുന്ന ഈ ആയത്ത്, അങ്ങനെയാണല്ലോ മുസ്ലിങ്ങളുടെ വിശ്വാസം. അപ്പൊ ഈ ആയത്ത് അള്ളാഹു ജിബ്രീലിന് പറഞ്ഞു കൊടുത്ത സമയത്ത് കണക്കറിയാവുന്ന ആളായിരുന്നു ജിബ്രീലെങ്കിൽ അള്ളാഹുവിനോട് തിരിച്ചു ചോദിച്ചേനെ, ഈ പൊട്ടക്കണക്കുമായി ഞാൻ അങ്ങോട്ട് ചെന്നാൽ അവരെന്നെ കണ്ടം വഴി ഓടിക്കില്ലേ പടച്ചോനെ, അതുകൊണ്ട് ഈ പൊട്ടക്കണക്കൊന്ന് തിരുത്തി ശരിയാക്കി തായോ എന്ന് പറഞ്ഞേനെ. പക്ഷെ മലക്കൊരക്ഷരം മിണ്ടിയില്ല. ആ പൊട്ടക്കണക്കുമായി നേരെ അറേബ്യയിലേക്ക് വന്ന് മുഹമ്മദിനെ ആയത്തിറക്കി കൊടുത്തു. മുഹമ്മദിന് കണക്കറിയാമായിരുന്നെങ്കിൽ മുഹമ്മദ് മലക്കിനോട് ചോദിച്ചേനെ, ഇത് പൊട്ടക്കണക്കാണല്ലോ, ഇതെങ്ങനെയാ ഞാൻ അവരോട് പറയുക എന്ന്. പക്ഷെ മുഹമ്മദും ഒരക്ഷരം മിണ്ടാതെ ആ കണക്ക് അങ്ങനെ തന്നെ സ്വീകരിച്ചു. മുഹമ്മദ് ഈ ആയത്തുകൾ ചൊല്ലിക്കേൾപ്പിച്ചപ്പോ കണക്കറിയാവുന്ന ഒരാളെങ്കിലും സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ചോദിച്ചേനെ, ഈ പറയുന്ന കണക്ക് മൊത്തം പൊട്ടത്തെറ്റാണല്ലോ, ഇതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഞാൻ എങ്ങനെയാണ് എന്റെ സ്വത്ത് ഭാഗം വെക്കുക എന്ന്. പക്ഷെ ഒരൊറ്റ സ്വഹാബി പോലും അങ്ങനെ ഒരു കാര്യം ചോദിച്ചില്ല. അതിലെന്താണ് മനസ്സിലാകുന്നത്? സ്വഹാബിമാർക്കും കണക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാഹുവിന് മാത്രമല്ല മലക്കിനോ മുഹമ്മദിനോ സ്വഹാബിമാർക്കോ ഒന്നും കണക്കറിയില്ലായിരുന്നു എന്ന്. കണക്കിന്റെ കാര്യത്തിൽ ഇവരെല്ലാം കണക്കാ എന്ന് വെറുതെ പറഞ്ഞതല്ല. ഈ ഖുർആൻ പലവട്ടം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായ പുസ്തകമാണ്. പലവട്ടം ഇവർ മാറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു മാറ്റിത്തിരുത്തൽ നടന്നത് ഖലീഫ ഉസ്മാന്റെ കാലത്താണ്.
അതിന്റെ പേരിലൊക്കെയാണ് പിന്നീട് ഖലീഫനെയൊക്കെ കൊല്ലുന്നുണ്ട്, മുസ്ലിങ്ങൾ കൊല്ലുന്നൊക്കെ ഉണ്ട്. 1-ാം ഖലീഫ അബൂബക്കറിന്റെ മകനൊക്കെയാണ് കൊല്ലുന്നത്. ഉസ്മാന്റെ കാലത്തുള്ള തിരുത്തൽ എന്ന് പറയുന്നത് സെയ്ദ് ബിൻ താബിദിന്റെ നേതൃത്വത്തിലുള്ള ഖുർആൻ പണ്ഡിതന്മാർ അന്നത്തെ എല്ലാ മുസ്ലിം വിഭാഗങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഖുർആൻ എഴുതി ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അതിൽ നിന്ന് 6 കോപ്പി എടുത്തു. ഈ 6 കോപ്പികൾ ഖലീഫ ഉസ്മാന്റെ നിർദ്ദേശപ്രകാരം ഇസ്ലാമിക സാമ്രാജ്യത്തിലെ 6 പ്രവിശ്യകളിലേക്ക് അല്ലെങ്കിൽ പ്രവിശ്യ ഗവർണർമാർക്ക് അയച്ചു കൊടുത്ത് ആ ഖുർആനിൽ നടക്കുന്ന കോപ്പികൾ മാത്രമേ ഇനി ഇസ്ലാമിക സാമ്രാജ്യത്തിനകത്ത് ഉണ്ടാകാൻ പാടുള്ളൂ എന്നും നിലവിലുള്ള ബാക്കി എല്ലാ ഖുർആൻ കോപ്പികളും അത് ഈന്തപ്പനയോലയിൽ എഴുതിയ ഒരായത്ത് മാത്രമായാലും അതല്ല മൊത്തം ഖുർആനാണെങ്കിലും എത്ര ആകട്ടെ എന്തായാലും ശരി ഒക്കെ കത്തിച്ചു കളയണമെന്ന് കൽപ്പിച്ച കാര്യം നമുക്ക് ഹദീസുകളിൽ കാണാം. സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് സംശയമുള്ളവർ സ്വഹീഹ് ബുഖാരി വോളിയം 6 ബുക്ക് 60 ഹദീസ് നമ്പർ 510 നോക്കിയാൽ മതി. അങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന ഖുർആനുകളെല്ലാം കത്തിച്ചു കളഞ്ഞ് പുതിയൊരു ഖുർആൻ എഴുതി ഉണ്ടാക്കിയ ഇസ്ലാമിക പണ്ഡിതന്മാർ ഖുർആനിലെ പല കാര്യങ്ങളും തിരുത്തിയെങ്കിലും, അതായത് ആദ്യത്തെ ഖുർആനിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും തിരുത്തിയെങ്കിലും ഈ കാര്യം മാത്രം അവർ തിരുത്തിയില്ല. അതങ്ങനെ തന്നെ, ആ പൊട്ടത്തിൽ അങ്ങനെ തന്നെ നിർത്തി. കാരണം എന്താ? അവർക്ക് കണക്കറിയില്ല. അതുകൊണ്ടാണ്, വേറൊന്നല്ല, കണക്കറിയാത്തത് കൊണ്ട്. അത് കഴിഞ്ഞ് ഉമയ്യാദുകളുടെ കാലത്ത് മുസ്ലിങ്ങൾ ഇതുപോലെയുള്ള ഒരു തിരുത്തൽ ഖുർആന്റെ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. അവരും പല കാര്യങ്ങളും ഖുർആനിൽ മാറ്റി തിരുത്തിയെങ്കിലും ഈ കാര്യം തിരുത്തിയില്ല. കാരണം കണക്കറിയില്ല. അത് തന്നെ. ഏറ്റവും അവസാനമായിട്ട് മുസ്ലിങ്ങൾ ഖുർആൻ തിരുത്തുന്നത് 100 കൊല്ലം മുമ്പാണ്, കെയ്റോയിൽ വെച്ച്. അൽ അസർ യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക പണ്ഡിതന്മാരാണ് ആ തിരുത്തൽ നടത്തിയത്. നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ആ ഖുർആനാണ്, കെയ്റോ ഖുർആൻ എന്ന് പറയും. കെയ്റോ ഖുർആനാണ്. ആ പണ്ഡിതന്മാരും പല കാര്യങ്ങളും തിരുത്തിയെങ്കിലും അള്ളാഹു പറഞ്ഞ പൊട്ടക്കണക്ക് മാത്രം തിരുത്തിയില്ല. കാരണം വേറൊന്നുമല്ല, കണക്കറിയില്ല. അതന്നെ, സിമ്പിളാണ്, അത്രേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഇത് കണ്ട ഈ പുസ്തകം ബൈബിള്, ദൈവത്തിന്റെ വചനം, മനസ്സിലായോ? ഇത് അങ്ങനെ കാലാകാലങ്ങളിൽ സെൻസർ ചെയ്യേണ്ട, എഡിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. മാറ്റിത്തിരുത്തലുകൾ വരുത്തേണ്ട കാര്യമില്ല. അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. പക്ഷെ നിങ്ങളുടെ പുസ്തകം പലവട്ടം മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമായി. അതെന്തെങ്കിലും ആകട്ടെ, ആ മാറ്റിത്തിരുത്തുന്ന സമയത്തെങ്കിലും ഇതൊക്കെ ഇതുപോലെയുള്ള ഈ വിവരക്കേടുകളും മണ്ടത്തരങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കഷ്ടമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അള്ളാഹുവിനും മലക്കിനും മുഹമ്മദിനും സ്വഹാബിമാർക്കും ഇസ്ലാമിക പണ്ഡിതന്മാർക്കും അറിയാത്ത കാര്യങ്ങൾ എന്തായാലും മദ്രസയെ പഠിപ്പിക്കില്ലല്ലോ. അതുകൊണ്ട് മദ്രസയിൽ നിന്ന് മുസ്ലിം കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ഇമ്മാതിരി കണക്കുകളാണ്. ആ കണക്കുകൾ, ആ പൊട്ടത്തരമുള്ള കണക്കുകളൊക്കെ പഠിച്ചു വരുന്നവർക്ക് 100 റാത്തൽ എന്ന് പറഞ്ഞാൽ അത് 436 കിലോയായിട്ടും 500 കിലോയായിട്ടും 200 കിലോയായിട്ടൊക്കെ തോന്നും. സ്വാഭാവികമല്ലേ? സ്വാഭാവികമാണത്. അവരുടെ ദൈവത്തിന് അറിയാത്ത കണക്ക് അവർക്ക് അറിയണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നതിൽ എന്തർത്ഥമാ ഉള്ളത്? യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ടാണ് ഈ പൊട്ടത്തരം കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു അത്ഭുതവും തോന്നാതിരുന്നത്. ഏതായാലും ഈ ദാവാക്കാരെ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. നിങ്ങളുടെ അല്ലാഹുവിനോ മലക്കിനോ മുഹമ്മദിനോ സ്വഹാബിമാർക്കോ അറിയാത്ത ഒന്നാണ് ഗണിതം എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കതറിയാമെന്നുള്ള വ്യാമോഹമൊന്നും ഞങ്ങൾക്കില്ല. സോ നിങ്ങൾ മേത്തന്റെ മാറ്റിക്സുമായി നടന്നോ, ഞങ്ങൾക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ആ മേത്തന്റെ മാറ്റിക്സ് നിങ്ങൾ സത്യദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമായ ബൈബിളിന് നേരെ ഉപയോഗിക്കാൻ നിൽക്കരുത്. മനസ്സിലായോ? ദൈവവചനത്തിനെതിരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ നാണം കെടുകയേ ഉള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, 100 റാത്തൽ എന്ന് പറഞ്ഞാൽ 436 കിലോയാണ് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ അത് 500 കിലോ ആക്കി, പിന്നെ അത് കഴിഞ്ഞ് 200 കിലോ ആക്കേണ്ടി വന്ന്. ഒരിക്കൽ പോലും കൃത്യമായ കണക്ക് നിങ്ങൾക്ക് പറയാൻ സാധിച്ചിട്ടില്ല. ആ ദൈവവചനത്തിനോട് എതിരിടുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ അപമാനിതരാകും, ലജ്ജിതരാകും. മനസ്സിലായോ? നിങ്ങൾ അപമാനിതരായി നാണം കെട്ട് നിൽക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ മുമ്പാകെ നിങ്ങൾ നാണം കെട്ടുപോകും. ഏതായാലും നിങ്ങൾ ഈ മേത്തന്റെ മാറ്റിക്സുമായിട്ട് ബൈബിളിനെതിരെ വന്നാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അള്ളാഹുവും മലക്കും മുഹമ്മദും ഇപ്പോൾ സ്ഥിര സ്പേസിൽ തന്നെയാണ്. അവർക്ക് കൂട്ടായിട്ട് നിങ്ങളെ ഞങ്ങൾ പുറകെ തന്നെ അങ്ങോട്ട് വിടും. എയറിലോട്ടൊന്നുമല്ല, സ്പേസിലേക്ക് വിടും. എന്തിനാ വെറുതെ അതിനൊക്കെ നിൽക്കുന്നത്? നിങ്ങൾക്ക് സക്കീർ നായിക്കിന്റെയും MM അക്ബറുടെയും മുജാഹിദ് ബാലുശ്ശേരിയുടെയും ഒക്കെ പാത പിൻപറ്റിക്കൂടെ? ചെയ്തൂടെ? അവരാരെങ്കിലും വല്ലതും മിണ്ടുന്നുണ്ടോ? ഇല്ല. എന്താ? നേര് പറഞ്ഞാൽ ഉമ്മാക്ക് അടി കിട്ടും, അല്ലെങ്കിൽ ബാപ്പ പട്ടിയിറച്ചി തിന്നും എന്ന് പറഞ്ഞതുപോലെയാണ് അവരുടെ അവസ്ഥ. നേര് പറയുകയാണെങ്കിൽ ഇസ്ലാം വെറും പൊള്ളയാണെന്നുള്ളത് സമ്മതിക്കേണ്ടി വരും. അതല്ല, അതിന് ന്യായീകരിക്കാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഖുറാനിലുള്ള ഇമ്മാതിരി മണ്ടത്തരങ്ങളൊക്കെ നാട്ടുകാരെടുത്ത് പുറത്തിട്ട് അള്ളാഹുവിനെയും മുഹമ്മദിനെയും സ്പേസിലേക്ക് വിടുന്നത് കാണേണ്ടി വരും. അവർക്ക് ഈ തിരിച്ചറിവ് ഉണ്ടായതോടെ അവരെല്ലാം കട്ടയും പടവും മടക്കിയത് നിങ്ങൾ കാണുന്നില്ലേ ദാവാക്കാരെ? ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഇപ്പോ നായിക്കോ അക്ബറോ ബാലുശ്ശേരിയോ ഒരക്ഷരം മിണ്ടാറുണ്ടോ? ഇല്ല. എന്താ കാര്യം? അവർക്ക് കാര്യം മനസ്സിലായി. അത് തന്നെ.
മദ്രസ പൊട്ടന്മാരെ, നിങ്ങൾക്കാണ് ഇനിയും നേരം വെളുക്കാത്തത്. നിങ്ങൾക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. ബൈബിളിനെതിരെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ബുദ്ധി ഉപദേശം തരികയാണ്. ബൈബിളിൽ നിന്നുള്ള ഒരു വാക്യമാണ് സദൃശവാക്യങ്ങൾ 17:28. മിണ്ടാതിരുന്നാൽ ഭോഷനെ പോലും ജ്ഞാനിയായും അധരം അടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണും. സദൃശവാക്യം 17:28. നിങ്ങളൊക്കെ വായ തുറന്നാൽ വിവരക്കേട് മാത്രമേ പറയുകയുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഖുർആനും ഹദീസുകളും ഒക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. അതാണെങ്കിൽ വിവരക്കേടുകളുടെ കൂടാരങ്ങളുമാണ്. അതറിയാവുന്നതുകൊണ്ടാണ് ഈ ഉപദേശം തന്നത്. എവിടെ ആയിരുന്നാലും വായടച്ച് മിണ്ടാതിരുന്നോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബഹുമാനമൊക്കെ കിട്ടും. പക്ഷെ വായ തുറന്നാൽ, അതും ബൈബിളിനെതിരായിട്ട് വായ തുറന്നാൽ, പിന്നെ നിങ്ങൾക്കെല്ലാം നല്ല സുഖമാണ്. അത് മറക്കണ്ട. നിങ്ങൾക്കെന്ന് പറഞ്ഞത് ദാവാക്കാർക്ക് മാത്രമല്ല, നിങ്ങളുടെ അള്ളാഹ്ക്കും പ്രവാചകനൊക്കെ നല്ല സുഖമാണ് കേട്ടാ. ഞങ്ങൾ സത്യദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളുടെ കൈകളിലും ഞങ്ങളുടെ ഹൃദയത്തിലും ഏന്തിക്കൊണ്ട് നടക്കുന്നവരാണ്. ദൈവത്തിന്റെ വചനം കയ്യിലെടുത്തിട്ടുള്ള ഒരുത്തനും ഇന്നു വരേക്കും നാണിച്ച് തല താഴ്ത്തിയിട്ടില്ല, ലജ്ജിച്ച് തല ഉനിക്കേണ്ടി വന്നിട്ടില്ല. എവിടെയും അഭിമാനത്തോടു കൂടെ തന്നെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ ദൈവത്തിന്റെ വചനം. എന്നാൽ നിങ്ങളുടെ സ്ഥിതി അതല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.